ഈ ശരീരത്തിനുള്ളിലെ ആത്മനാണ് ക്ഷേത്രേശൻ. അപ്പം നമ്മുടെ ആത്മാവും ഈ ക്ഷേത്രത്തിനകത്തുള്ള ഈശ്വരനും രണ്ടല്ല, ഏകം സത്ത്, ഒരേ സത്തയാണ്. വിപ്രാഹ ബഹുധാ വദന്തി, അതിന് പണ്ഡിതന്മാർ, വിപ്രൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതനെന്നും അധ്യാപകനെന്നും ബ്രാഹ്മണനെന്നും ഒക്കെ അർത്ഥം. ബഹുധാ വദന്തി, പലതായിട്ട് പറയുന്നു. വദന്തി എന്ന് പറഞ്ഞാൽ പറയുന്നു, ബഹുധ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ. അപ്പോൾ ആ സത്യത്തിനെ പലതായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ആത്മാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മളെ ശരീരത്തിൻ്റെ അതേ രൂപത്തിലാണ്, അതിൻ്റെ ഒരു ടൈപ്പായിട്ടാണ് ക്ഷേത്രമുള്ളത്. നമ്മുടെ നട്ടലിൻ്റെ സ്ഥാനമാണ് കൊടിമരത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരു മനുഷ്യരൂപമുണ്ട്, എല്ലായിടത്തുമുണ്ട് എന്നുള്ളൊരു കൽപ്പന കാണാം നമുക്ക്. അതാണ് വാസ്തു പുരുഷന്മാർ. അതനുസരിച്ചാണ് നമുക്ക് 5 സെൻറ്റ് സ്ഥലമാണെങ്കിലും 10 സെൻറ്റ് സ്ഥലമാണെങ്കിലും 10 ഏക്കറയാണെങ്കിലും ശരി, നമ്മൾ അതിൽ ഏറ്റവും അനുയോജ്യമായ വാസ്തു നോക്കിയിട്ടാണ് അവിടെ വീട് വയ്ക്കുന്നതും കിണർ കുഴിക്കുന്നതും അതുപോലെ അടുക്കളയും ടോയ്ലറ്റും ഒക്കെ വെക്കേണ്ടത്. ഇന്ന് അങ്ങനെ വെക്കാത്തത് കൊണ്ട് പലപ്പോഴും അസുഖങ്ങൾ കൂടുതലാണ്. കാരണം ഭൂമിക്കായാലും ഭൂമിയിലുള്ള ഏതൊരു കഷ്ണം കല്ലിനായാലും പുല്ലിനായാലും ആകർഷണ ശക്തിയും വികർഷണ ശക്തിയുമുണ്ട്. ഈ ആകർഷണ ശക്തിയെയും വികർഷണ ശക്തിയെയും മനസ്സിലാക്കാനാണ് ശരിക്കും നമ്മൾ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന കൽപ്പനയിൽ, സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഒന്നുമില്ല, ഭൂമിയുടെ ചക്രമണത്തിനനുസരിച്ചാണ് നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് എന്ന് ദിശകളെ നിശ്ചയിച്ചിട്ടുള്ളത്. അതനുസരിച്ചാവണം നമ്മുടെ വീടിൻ്റെയും ക്ഷേത്രങ്ങളുടെയൊക്കെ കൽപ്പന നിൽക്കുന്നത്. പക്ഷേ ചില ആരാധനാലയങ്ങളിൽ കൊടിമരം കാണാം. മുമ്പൊക്കെ പല ആരാധനാലയങ്ങളിലും മെഴുകുതിരി കത്തിച്ചിരുന്നു. ഇപ്പോൾ അവർ മെഴുകുതിരി ഒന്നും കത്തിക്കാറില്ല, ഇപ്പം നിലവിളക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നിലവിളക്ക് എന്തിനാ കത്തിക്കുന്നതെന്ന് ചിലപ്പോൾ അവർക്കറിയില്ല, പക്ഷെ നമുക്കറിയണ്ടേ. ഈ നിലവിളക്കിൻ്റെ ഏറ്റവും മുകളിൽ ആ ടോപ്പിൽ നിന്ന് താഴേക്ക് നമ്മൾ അളന്നെടുത്താൽ അതേ അളവായിരിക്കും നിലവിളക്കിൻ്റെ അടിത്തട്ടിൻ്റെ ചുറ്റളവ്. അതാണ് കൃത്യം നിലവിളക്കിൻ്റെ ഉയരം. അങ്ങനെയായിരിക്കണം അതിൻ്റെ ആപേക്ഷികത. എല്ലാത്തിനും അങ്ങനെയുണ്ടല്ലോ. നമ്മുടെ ദേശീയ പതാകയ്ക്കുമുണ്ട്. തോന്നുന്നത് പോലെ ദേശീയ പതാക ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് പറ്റുന്നത് പോലെയല്ലേ നമ്മുടെ ഷർട്ട് തയ്ക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല അല്ലേ, ഇപ്പോൾ തോന്നുന്ന പോലെ തയ്ക്കുകയാണ്. ഈ ഇട്ട് നടന്നു പോയാൽ ഊരിപ്പോകുന്ന പാൻറ്റൊക്കെ കണ്ടിട്ടില്ലേ, പുറകുന്നാലും പിടിച്ചു കൊടുക്കണം. അതാണ് തൃശ്ശൂർ ഒരു സംഭവം ഉണ്ടായത്. ഒരിക്കൽ CI വന്നിട്ട് കോളേജ് സ്റ്റുഡൻസിനെ, ഈ +2-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുറേ ആമ്പിള്ളേരെ വിളിച്ചു, ഇവിടെ അവിടെയാണ് മാറി പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ അച്ഛനും അമ്മേനെയും ഉപ്പേനും അമ്മേനെയൊക്കെ വിളിച്ചു. അവരിങ്ങനെ എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഇത് നേതാക്കന്മാരെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ വന്നപ്പം CI പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാനൊരു സംഗതി കാണിച്ചു തരാം. നേരം വിളിച്ചു വാ, നിരത്തി നിർത്തിയിട്ട് അറ്റൻഷൻ പറഞ്ഞു, എബൌട്ട് 10 പറഞ്ഞു, ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ 3 ആളുടെ ട്രൗസർ ഊരിപ്പോയി. കൈ പൊന്നിച്ചപ്പോൾ പാൻ്റായി പോയി. ഇത് ഇട്ടുകൊണ്ട് ഇവരിനി നാളെ ഇതിലൂടെ നടക്കരുത്. അതിനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. വീട്ടിലുള്ളവരാണ് ശ്രദ്ധിക്കേണ്ടത്. ചെറിയതാകുമ്പോൾ തന്നെ കുട്ടികളെ വേണ്ടാത്ത വസ്ത്രം ധരിപ്പിച്ച് പഠിപ്പിക്കും. എന്ത് വസ്ത്രവും ധരിക്കാം അല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞല്ലേ, ഭാരതീയർക്ക് ഇപ്പം പെൺകുട്ടികൾ ജീൻസ് ധരിച്ച കുഴപ്പമൊന്നുമില്ല, നല്ല വസ്ത്രമാണ് ജീൻസൊക്കെ. ടീച്ചേഴ്സ് സാരിയും ബ്ലൗസും ധരിച്ചാലാണ് ഒരു ടീച്ചറായിട്ട് തോന്നുക എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, ചുരിദാർ ധരിക്കുക.
സൗകര്യമുള്ള വസ്ത്രം ധരിക്കണം. ചുരിദാർ ഒരു സൗകര്യമുള്ള വസ്ത്രമാണ്, സാരി മോശമൊന്നുമില്ല. അപ്പോൾ എന്നോട് ചോദിക്കും, മാഷിപ്പോൾ മുണ്ടും പാൻറ്റും. ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത കാലത്താണ് പാൻസ് ധരിക്കാൻ തുടങ്ങിയത്. ഇൻസൈഡൊക്കെ ആക്കിയിട്ടൊക്കെ നടക്കും ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ ട്രൗസർ കഴിഞ്ഞപ്പോൾ പിന്നെ പാൻറ്റായിരുന്നു, മുണ്ടങ്ങനെയില്ല. പിന്നെ മുണ്ട് ധരിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ബസ്സിലൊക്കെ കയറിയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ പാൻറ്റേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ കയറുന്നത് ഇറങ്ങുന്നത് അറിയില്ല, എടുത്ത് എറിയുകയൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പം ക്ലീനർ പിടിച്ചൊരൊറ്റ തള്ളിന് നമ്മൾ ചിലപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അതിനകത്ത് കയറി പറ്റും. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പം നമ്മളെ തൊഴിച്ച് ചാടിക്കുകയൊക്കെ ആയിരിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ സൈക്കിൾ എടുത്ത് ബസ് സ്റ്റാൻഡ് പോകേണ്ടി വരും മുണ്ടെടുക്കാൻ. മുണ്ട് അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോവും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാൻറ്റ് ധരിച്ചിട്ട് ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സൗകര്യം കൂടെ നോക്കിയിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്, അല്ലാതെ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്നൊന്നുമില്ല. ചില ക്ഷേത്രങ്ങളിലുണ്ട് പാൻറ്റ് ധരിക്കരുത് അല്ലേ, പിന്നെ എന്താ പുരുഷന്മാരാണെങ്കിൽ ബനിയനും ഷർട്ടും ഒക്കെ അയച്ചു വെച്ചിട്ട് പോകണം എന്നൊക്കെ പറയും. സത്യത്തിൽ നമ്മുടെ ആചാരത്തിൽ അങ്ങനെയില്ല. ഇത് ആചാരമല്ലാത്തതാണ്, അനാചാരമാണ്, മാറ്റണം. ശാന്തപുരി സ്വാമികൾ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പിന്നീട് അത് ഒരു പ്രഭാഷണമായിട്ട് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് സ്വാമിജീനെ അറിയാമല്ലോ. കാരണം വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. അതുപോലെ മുന്നിലൊരുത്തൻ നടന്നു പോയി എന്ന് വിചാരിച്ചു. അവൻ ക്ഷേത്രത്തിൽ പോയി അവൻ ഷർട്ട് അയച്ചു വെച്ചാൽ പുറകിലുള്ളവന് ഷർട്ട് അയച്ചു, അവൻ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്തു. അവസാനം അവൻ തിരിച്ചു വരുന്ന സമയത്ത് അവൻ്റെ പുറകെയാണല്ലോ മറ്റവൻ വരുന്നത്. ഇവനെന്താ ചെയ്യുന്നത് അത് നോക്കി ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആദ്യം നടന്നവൻ്റെ ഷർട്ടിലെന്തോ 8 കാലി ഞാൻ കയറിയിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടൊന്ന് ചൊട്ടിയിട്ടൊന്ന് കുടഞ്ഞു. രണ്ടാമത്തവനും അതുപോലെ കുടഞ്ഞു. അവൻ്റെ ഷർട്ടിൽ 8 കാലിയൊന്നും കയറിയിട്ടില്ല. അപ്പം ഇത് അമ്പലത്തിൽ ചെയ്യണമെന്നാണ് വിചാരം. ഇത് അമ്പലത്തിലുള്ള ആരും പറഞ്ഞു കൊടുക്കുകയില്ല, നമ്മളിട്ട് ചോദിക്കുകയില്ല, നമ്മൾ തോന്നുന്നത് പോലെ ചെയ്തു കളയും. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. നമ്മൾ പലപ്പോഴും നമ്മളല്ലല്ലേ, ഇവിടെയുള്ള ആളുകൾ നല്ല ആൾക്കാരാണ്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നാട്ടിലുള്ള കഥകളൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മളെ മറ്റേ ഇവനെന്താ ഇപ്പോൾ പരിപാടി, ആ നാട് വിട്ടു പോയില്ലേ, മറ്റോളം കൊടുത്തു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നീയപ്പോൾ ഇങ്ങനെ ഈ സാരി ആരാ സാരിയാണ്, നീ ഇന്നലെ മറ്റേ ഈ സാരി അതാരതായിരുന്നു, ആ വായ്പ മേടിച്ചിട്ട് വരെ ഇട്ടിട്ട് ക്ഷേത്രത്തിൽ പോയി. നമ്മൾ ലളിതമായ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചാൽ മതി. ക്ഷേത്രത്തിൽ വരുമ്പോൾ പൗഡർ ധരിക്കേണ്ടതില്ല, മറ്റെന്തെങ്കിലും പൊട്ടുകൾ തൊടേണ്ടതില്ല. ഒന്നുകിൽ വീട്ടിൽ നിന്ന് കുളിച്ച് ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ കുങ്കുമോ ചന്ദനോ ഭസ്മോ ഒക്കെ ധരിക്കാം. പലപ്പോഴും പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ അത് കുറ്റപ്പെടുത്തുകയല്ല, ഈ ഒട്ടിക്കുന്ന പൊട്ടുണ്ടല്ലോ, പശ കൊണ്ട് ഒട്ടിക്കുന്ന ഒരു സൈസ് പൊട്ട്, അതൊക്കെ തൊട്ടിട്ട് വരും. അത് ചില ആൾക്കാരത് പറിച്ചിട്ട് വീണ്ടും കലണ്ടറിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം അത് വീണ്ടും പറിച്ചിട്ട് ഒട്ടിക്കും. ഒട്ടിയിട്ട് പശ കുറവാന്ന് തോന്നിയാൽ എന്ത് ഗുണമാണ് ഇതുകൊണ്ടുള്ളത്? അനാചാരവും ദുരാചാരവുമാണ്. അപ്പം ആചാരമല്ലാത്തതിനെ ആചാരമാക്കിയിട്ട് മാറ്റുക, അതാണ് അനാചാരം. ദുരാചാരം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആചാരം, ആചരിച്ച് ദുഷിച്ചു പോയതാണ്. അങ്ങനെയാണ് അന്ധവിശ്വാസത്തിലേക്കൊക്കെ കടക്കുന്നത്. എന്നാൽ ഞാൻ കിലന്തൂരിൻ്റെ കഥയൊക്കെ പറഞ്ഞതുപോലെ അല്ലേ, ഈ മുട്ട വെക്കലും കോഴി വെട്ടലും. ഒരു ക്ഷേത്രത്തിൽ ഞാനൊരു 10-25 വർഷം മുൻപാണ് പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടുത്തെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ചാൽ കോഴിവെട്ടാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടില്ലേ, കോഴിക്കല്ല് മൂടുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. ഒരു കല്ല്, ഒരു പാറ, അതിനെ മൂടിയിട്ട് ഇങ്ങനെ ആളുകൾ കോഴീനെയും കൊണ്ടാണ് അവിടേക്ക് വരിക. അപ്പോൾ എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, അവിടുത്തെ പരികർമ്മിയായിരിക്കുന്ന കണ്ണൻ അങ്ങാണ്ട് ഒരു പേര് പറഞ്ഞ ഒരാൾ, ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു.
എനിക്ക് തോന്നിയതൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകണം. പക്ഷെ ആളുകൾക്ക് പേടിയാണ് ഇങ്ങനെ കർമ്മം ചെയ്യുന്ന ആളുകൾ. നമ്മളെയും വെട്ടിക്കളയുമെന്ന് പേടിച്ചിട്ടാണെന്ന് അറിയില്ല. പിന്നെ ഒരു സ്ഥലത്ത്, സ്ഥലം ഞാൻ പറയുന്നില്ല ഇതൊന്നും, ഒരിക്കലൊരാൾ വിളിച്ചിട്ട് ചോദിച്ചു, മാഷെ ഇങ്ങനെ രാവിലെ അയാൾ ഉറഞ്ഞ് തുള്ളിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ചാരായമാണ് കുടിക്കുക, എന്നിട്ടാണ് ചാരായം കുടിച്ചിട്ടാണ്. ഉച്ചയ്ക്ക് കള്ളു കുടിക്കും, വെള്ളം, വൈകുന്നേരം ചുവപ്പ്, അങ്ങനെ ഈസ്റ്റ്മെൻ കളർഫുള്ളാണ്, എന്നിട്ടാണ് ഉറഞ്ഞു പറയുക. അപ്പം നമ്മളവിടെ നഷ്ടം വെച്ച് നോക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തു, നമ്മളെ നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി അവിടെ ചെന്നാൽ അയാൾ അത് ചില ദിവസങ്ങളുണ്ട്, ഞായറാഴ്ച വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലും. അന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഇയാൾ ഉറഞ്ഞു തുള്ളിയിട്ട് അടുത്ത ആഴ്ചയിൽ വാന്ന് പറയും. നമ്മളെ അഡ്രസ്സും വീടും ഒക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മളെ ഡീറ്റെയിൽസാണ് പറയും, അടുത്ത ആഴ്ച നമ്മൾ ചെല്ലുന്നു. അപ്പം നമ്മൾ ഒരിക്കലൊരു ജ്യോതിഷ പണ്ഡിതനെ വല്യമ്മ കാണാൻ പോയി. അങ്ങനെ ജാതകം കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ജാതകം കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജാതകം പുസ്തകം എടുത്ത് കൊടുത്തു. ഇയാൾ തുറന്നു നോക്കി ചോദിച്ചു, വീട്ടിൽ 6 ആൾക്കാരാണല്ലേ എന്ന് ചോദിച്ചു. അതെ. മോന് 12 വയസ്സായില്ലേ? മോക്ക് 7 വയസ്സില്ലേ? ഇത് ജാതകമല്ല, നിങ്ങളെ റേഷൻ കാർഡാണ്, സംഭവം മാറിപ്പോയതാണ്, തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഓരോ റേഷൻ കാർഡ് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ അതുപോലെ ഡീറ്റെയിൽസ് കിട്ടിയാൽ മതിയല്ലോ. അപ്പം നമ്മൾ പേടിക്കും. സത്യത്തിൽ റിസർച്ച് ചെയ്യുന്നില്ല നമ്മളെ ക്ഷേത്രങ്ങളിൽ വരുന്ന കുട്ടികളൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഈ അനാചാരത്തിലേക്കും ദുരാചാരത്തിലേക്കും പോകും. സദാചാരമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് വെല്ലുവിളികളിൽ സദാചാരം കുറവാണ്, നല്ല ആചരണങ്ങൾ. അതാണ് പലതും കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞത്. എഴുന്നേൽക്കേണ്ടത് എപ്പോഴാണ്, എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്, പൊട്ടു തൊടുന്നത്, ചന്ദനം തൊട്ടാൽ നല്ല ഒറിജിനൽ ചന്ദനമായിരിക്കണം. ചന്ദന വൃക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മൾ മൈസൂർ ചന്ദനം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നല്ല ഗുണമുള്ള ചന്ദനം. മൈസൂർ കാടുകളിലൊക്കെയാണല്ലോ, ബാംഗ്ലൂർ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കമ്പനികളൊക്കെ. അപ്പോൾ ആ ചന്ദനത്തെക്കുറിച്ച് ആയുർവേദം ചന്ദന സമശീതള എന്ന് പറയും. ചന്ദനത്തെപ്പോലെ തണുപ്പുള്ളത് വേറെയൊരു സാധനമില്ല എന്നാണ്. ആ ചന്ദനം നമ്മുടെ ഈ ഭാഗത്ത് 2 പുരികങ്ങളുടെ ഇടയിലാണ് ശരിക്കും ഈ പൊട്ടു തൊടേണ്ടത്. നമ്മുടെ നട്ടെല്ലിൻ്റെ അടിവശം മുതൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ്. നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ, അല്ലേ മോനെ, അറിയില്ലേ, ഒരു തരിപ്പുണ്ടാവില്ല ഇങ്ങനെ കാണിച്ചാൽ, അവിടെയാണ് പൊട്ടു തൊടേണ്ടത്. ഇവിടെ നിന്നൊരു ആണി അടിച്ചിറക്കി, ഇവിടെ നിന്നൊരു ആണി അടിച്ചിറക്കിയാൽ രണ്ടും കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട് ഇതിന് സെൻറ്ററിൽ. അവിടെ സഹസ്രാര പത്മം എന്ന് പറയുന്നൊരു 1000 ഇതളുള്ള താമരയ്ക്ക് സമമായൊരു കേന്ദ്രമുണ്ടെന്നാണ്. അപ്പം അതാണ് ശരിക്കും നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് സെൻറ്റർ. അവിടേക്ക് തണുപ്പ് കൊടുക്കണം. ഈ തലയ്ക്ക് തണുപ്പ് കിട്ടാനാണ് നമ്മൾ കുളിക്കുന്നതും. നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കണം. പറ്റുമെങ്കിലും, വല്ല ജലദോഷമോ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരിളം ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കാമെന്നല്ലാതെ, പറ്റുമെങ്കിലും നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കണം. നല്ല തണുത്ത വെള്ളം കിട്ടണമെങ്കിൽ കോരി കുളിക്കണം, അല്ലെങ്കിൽ കുളത്തിൽ ചാടണം, അല്ലെങ്കിൽ പുഴയിൽ ചാടണം. ഇന്നത്തെ പുഴയിൽ ചാടാൻ ഞാൻ പറയില്ല, ചാടിയിട്ട് പൊന്തി വരുമ്പോൾ തലയിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാകും ചിലപ്പോൾ, അതുകൊണ്ട് ചാടണ്ട. അല്ലേ, കുപ്പികൾ കൊണ്ട് മാലയൊക്കെ കിട്ടും ചിലപ്പോൾ. ഈ ബോട്ടിൽ, വാട്ടർ ബോട്ടിലൊക്കെ മാലയാക്കിയിട്ട് എറിഞ്ഞു കളയും ആളുകൾ. അതൊക്കെ നമ്മളെ കഴുത്ത് കുടുങ്ങിയിട്ടു. അപ്പം അതുകൊണ്ട് പുഴയിൽ ചാടണോ ചാടണ്ടയോ എന്ന് ഞാൻ പറയില്ല. പക്ഷെ നല്ല പുഴയിൽ നീന്തി കുളിച്ചാലുള്ള ഗുണം അറിയാം. നീന്തം പഠിക്കണം. പലപ്പോഴും ഇന്ന് നമ്മളെ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാത്ത ചില സംഗതികളിൽ പെട്ടതാണ്. നീന്താൻ അറിയില്ല, മരം കയറാൻ അറിയില്ല, ഓടാൻ അറിയില്ല,
സാധാരണ സൈക്കിൾ ഓടിച്ച് പഠിച്ചതിന് ശേഷമേ ബൈക്ക് ഓടിക്കാൻ പഠിക്കാവുള്ളൂ. അങ്ങനെ വേണം. ഇത് പെട്ടെന്നങ്ങ് ബൈക്ക് പഠിക്കും. അതുകൊണ്ടാണ് വീഴ്ചകളും തകർച്ചകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് സദാചാരത്തിലേക്ക് പോവാതെ അനാചാരത്തിലേക്കും ദുരാചാരത്തിലേക്കും വരുന്നു. അന്ധവിശ്വാസം വർദ്ധിക്കുന്നു. പല രീതിയിൽ അറിയില്ല എന്താണ് ചെയ്യേണ്ടത്. നമ്മുടെ ഏത് സർക്കാരുകൾ മാറി വന്നാലും ശരി, ദേവസ്വം ബോർഡിന് ചിലപ്പം പ്രസിഡൻറ്റും മന്ത്രിയും ഒക്കെ ഉണ്ടാവും. ഏത് സർക്കാരായാലും, ഇന്നത്തെ ആയാലും കഴിഞ്ഞതായാലും വരാനിരിക്കുന്ന ഏതായിക്കോട്ടെ. പക്ഷേ ഈ മന്ത്രിമാർക്കും ഈ പ്രസിഡൻറ്റിനൊന്നും സത്യത്തിൽ ക്ഷേത്രത്തിലെ ആചാരം എന്താണെന്ന് അറിഞ്ഞുകൂടാണെന്നാണ്. നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല, ഇന്നത്തെ ആളെയല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, പഴയതിനെയല്ല, വരാനിരിക്കുന്നതിനെയല്ല. പലപ്പോഴും അധ്യാപകർക്ക് പോലും അറിയില്ലല്ലോ ദേശീയ ഗാനം കൃത്യമായ സമയത്തിനുള്ളിൽ അക്ഷരം തെറ്റാതെ ചൊല്ലാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അധ്യാപകരോട് ചോദിച്ചാൽ കുടുങ്ങി. പണ്ടൊരു അധ്യാപകൻ ക്ലാസ് എടുത്ത സമയത്ത് ഒരു ദിവസം ക്ലാസ് എടുത്തു നിർത്തി. ബെല്ലടിച്ചപ്പോൾ നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ അരണ കടിച്ചാൽ ഉടനെ മരണം അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ പേജിൻ്റെ അവസാനം അങ്ങനെയാണുള്ളത്. അപ്പോൾ പേജ് മടക്കി വെച്ചു. എന്നാൽ ബാക്കി നമുക്ക് നാളെ പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പം കുട്ടികളെയൊക്കെ ധരിപ്പിച്ചു അരണ കടിച്ചാൽ ചത്തുപോകും, വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ പീരീഡ് വന്നപ്പോൾ ക്ലാസ്സിൽ വന്നു. നമ്മളെവിടെയാണ് നിർത്തിയ പുസ്തകം കൊണ്ടാണെന്ന് പറഞ്ഞ അധ്യാപകൻ കുട്ടികളെടുത്താണ് ടെസ്റ്റ് മേടിച്ചത്. 32-ാം പേജ് സാർ നിർത്തിയെന്ന് പറഞ്ഞു. അരണ കടിച്ചാൽ ഉടനെ വേണം, ശരി എന്നും പറഞ്ഞ് അപ്പുറത്ത് മറിച്ചപ്പോഴാണ് എന്ന വിശ്വാസം തെറ്റാണ് എന്നുണ്ടതിനകത്ത്. കുടിയില്ലേ? ഇത് തലേദിവസം 2 ദിവസം മുമ്പേ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുക, അരണ കടിച്ചാൽ ഉടനെ മരണമാണ് എന്ന് പറഞ്ഞാൽ താൻ പഠിപ്പിക്കാൻ പോകുന്ന ആ പാഠം പോലും തലേദിവസം ഒന്ന് മറച്ചു നോക്കാൻ സമയമില്ലാത്ത എത്രയോ അധ്യാപകർ നമുക്കിടയിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ അധ്യാപകരുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ഈ ഹെഡ് മാസ്റ്റർമാർ പറയുന്നൊരു സംഗതിയുണ്ട്. നിങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണോ ഒരാഴ്ചത്തെ കാര്യം എഴുതി തരണം. ടീച്ചിങ് നോട്ട് അല്ലേ? അതിന് രസകരമായിട്ട് പറയുന്നൊരു പേര് ചീറ്റിംഗ് നോട്ട് എന്നാണ്. അതായത് ഹെഡ് മാസ്റ്ററെ പറ്റിക്കുന്ന നോട്ടാണ്. ഹെഡ് മാസ്റ്റർ വെറുതെ ഇങ്ങനെ മറിച്ചിട്ട് ശരിയിട്ട് മറിച്ച് ശരിയിട്ട് മറിച്ച് ശരിയിട്ട് അവസാനം ഒരു ഒപ്പൂട്ടം കൊടുക്കും. അക്ഷരത്തെറ്റുണ്ടോയെന്ന് പോലും ഹെഡ് മാസ്റ്റർ നോക്കുന്നില്ല. അതുകൊണ്ട് ടീച്ചേഴ്സിനും സുഖമാണ്. ഒരിക്കൽ ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെയുള്ള കുട്ടി ഇങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. ഞാൻ വേഗം അതിലൊരു പുസ്തകം എടുക്കാം, അപ്പം എനിക്ക് തോന്നി അതിൻ്റെ അകത്ത് എന്തുകൊണ്ടോ. ഞാൻ പെട്ടെന്ന് അതിന് വാങ്ങിച്ചു. എന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇമ്പോസിഷൻ എഴുതാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ ഇപ്പോൾ കുഴപ്പം? അല്ല, ഞാനൊരു സിനിമാ പാട്ട് എഴുതി വെച്ചാണ്. അതെന്താണ്? ടീച്ചർ നോക്കൊന്നുമില്ല, ടീച്ചർ ഇങ്ങനെ മറിച്ചൊപ്പിട്ട് കാണിച്ചു അല്ലേ? ഞങ്ങൾ വാട്സപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പയ്യൻ, അത് രസകരമാക്കി അവതരിപ്പിച്ചാണ്. ഒരു പയ്യൻ ഒരു കടയിൽ വന്നിട്ട്, ചേട്ടാ ഉപ്പിന് എത്രയാ കിലോന്ന് ചോദിച്ചു. ഉപ്പിന് ഒന്ന് എഴുതുമോ അതെന്ന് ചോദിച്ചു. ഒരു കടലാസിൽ എഴുതി തരണേന്ന് പറഞ്ഞു. എഴുത്തണം, ഉപ്പിന് കിലോന് ഇത്രയെന്ന് എഴുതി. പിന്നെ സവാളയ്ക്ക് എത്രയാ? ഇത്രയാണ്. മറ്റേ പരിപ്പിന് എത്രയാ? 1/2 കിലോന് എല്ലാം എഴുതി. ആകെ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയെന്ന് ചോദിച്ചു. 236 എന്തോ പറഞ്ഞു. എന്നാൽ കടലാസ് തന്നേക്കും, നിങ്ങൾക്ക് സാധനം വേണ്ടതെന്ന്. അല്ലെങ്കിൽ ടീച്ചർ തന്നൊരു കണക്കാണ്, കണക്ക് കറക്റ്റാക്കിയിട്ട് കൊണ്ടുചെന്ന് കാര്യമായിട്ട് നിങ്ങളാകുമ്പോൾ തെറ്റി പോകില്ല. വീഡിയോ പോയിട്ട് മക്കൾ ഭയങ്കര വളവുമാണ്, നമ്മൾ വിചാരിച്ച മരുന്നില്ല. അപ്പോൾ ഇവൻ വിചാരിച്ച് സാധനം വാങ്ങാൻ വന്നത്. സാധനം വാങ്ങാനല്ല, ഈ കണക്ക് കൃത്യമായിട്ട് എനിക്ക് പേജിൽ എഴുതിയിട്ട് ടീച്ചറെ കണ്ട് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് അതിന് ശരിയിട്ട് കൊടുക്കുകയും ചെയ്യും വേണമെങ്കിൽ അല്ലേ? അങ്ങനെയാണ്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ, ആരോടും പറയരുത്. പിന്നെ നമ്മളോട് പണ്ട് UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പാവം മാഷായാലും ഇപ്പോൾ ഇല്ല. അയാൾ ഈ ഗുണഘോഷ്ടം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? വിസ്തൃത മനപ്പാഠം ഒരു 3, 3, 26, 39 എന്ന് പറഞ്ഞാൽ കാണാണ്ട് പഠിക്കാൻ പറയാം. അടിയാണ് അടി. ഇന്നത്തെ കാലത്ത് അടിച്ചാൽ മാഷ് ജയിലിൽ പോകും. അതുകൊണ്ട് അടിക്കില്ല, പിള്ളേരങ്ങോട്ട് അടിയപ്പോൾ മാഷിങ്ങനെ നിന്ന് കൊണ്ടുവേണം. അപ്പോൾ അന്നൊക്കെ അടി കിട്ടുന്നതിന് പേടിച്ചിട്ട് പഠിച്ചിട്ട് വരും. അപ്പോൾ താഴേക്ക് നോക്കിയാൽ ചോദ്യം ഉറപ്പാണ്. ഇയാൾ 7ൻ്റെ ഗുണന പട്ടികയാണ് പഠിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു 7, 7, 14, 24, 28 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ അധികം പഠിക്കാത്ത ആളാണ്. അതുകൊണ്ട്
പെട്ടെന്ന് ശ്വാസം നിന്നുപോയാൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലേ പറഞ്ഞ് ഒറ്റ ശ്വാസത്തിൽ നമ്മളിപ്പോൾ 6:36 എന്ന് പറഞ്ഞ് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 7:6 എത്രയാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നും 1:6, 2:6, 12, 3:6 വേണ്ടെന്ന് പറഞ്ഞ് തുടങ്ങണം. അതുകൊണ്ട് ശ്വാസം നല്ലോണം എടുത്തിട്ട് തുടങ്ങുള്ളൂ. അങ്ങനെ വന്ന് 37:21 അവിടെ നിൽക്കുക എന്ന് പറയുന്നത്. 37:21 73 എത്രയാണെന്ന് ചോദിക്കുന്നത്. 73 നമുക്ക് അറിഞ്ഞൂടാ. 37 നമുക്കറിയാം 21 73 എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആരെയും പറയും 46 എന്ന് പറയും. 46 പറഞ്ഞവനോട് പറയും ഇരിക്കുക എന്ന് പറയും. 73 46 പറഞ്ഞവനോട് ഇരിക്കാൻ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഞങ്ങളൊക്കെ എത്രയേ പറയുള്ളൂ? 46 പറയുള്ളൂ. അങ്ങനെ 46 പറയുന്നതിനൊക്കെ ഇരുത്തും. അപ്പോൾ ഒരുത്തം മാത്രം ഉണ്ടാവും 37:21 എന്ന് പറയുന്നത്. അവനെ നിൽക്കാൻ പറയും. അവനങ്ങനെ നിന്ന് വേർത്ത് കുറച്ച് കഴിയുമ്പോൾ പറയും 21 പറഞ്ഞവനിരിക്കി, 46 പറഞ്ഞവരൊക്കെ എഴുന്നേക്കേന്ന് പറയും. അന്നേരമാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുക ഇയാൾ ഞങ്ങളെ പറ്റിച്ചതാണ്. പിന്നെ അടിയാണ്. അതുകൊണ്ട് നമ്മൾ അധികം പറയില്ല, വിട്ട് പറയില്ല. മാത്രമല്ല താഴേക്ക് നോക്കിയാൽ ചോദ്യം ഉറപ്പായതുകൊണ്ട് ഞാനൊക്കെ സൂക്ഷിച്ച് നോക്കും. അപ്പോൾ അയാളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ രക്ഷപ്പെട്ടത് ഞാൻ. അവൻ പറഞ്ഞാൽ പറയരുത് കേട്ടോ. ഞാൻ നേരെ നോക്കും. ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നേരെ നോക്കി രക്ഷപ്പെടും. താഴേക്ക് നോക്കിയാൽ പിടിക്കും. പക്ഷേ ഇന്നത്തെ അധ്യാപകരുടെ അവസ്ഥ എന്നല്ല, പഠിപ്പിക്കുക വളരെ വിരളമാണല്ലേ. കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടിയപ്പി പോവുക ചെയ്യാം. പക്ഷേ അധ്യാപകരാരെയും ഉണ്ടെങ്കിൽ ആലോചിച്ചോളണം കേട്ടോ. 5-10 കൊല്ലം കഴിഞ്ഞ കുട്ടികൾ പറയും ആ മനുഷ്യനാണ് എന്നെ മലയാളം പഠിപ്പിച്ചത്, ഒരു വാസ്തു അറിഞ്ഞുകൂടാന്ന് പറയും. ഇപ്പോൾ രക്ഷപ്പെടും നമ്മൾ, കുറച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. കുറച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചറിയും അധ്യാപകരെ. കുട്ടികൾക്ക് നന്നായിട്ടറിയാം. ഓരോ തലമുറയും നന്നായി വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പലതും അറിയില്ല, അറിയാമോ? അപ്പം അനാചാരങ്ങൾ ചെയ്ത് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടാതെയായി, ക്ഷേത്ര പ്രാർത്ഥന എന്താണെന്ന് അറിയാതെയായി, വിളക്ക് വെച്ചിട്ട് എന്താണ് കാര്യം എന്നറിയാതെയായി. വിളക്ക് കത്തിക്കുന്നത് നിങ്ങൾക്ക് 2 തിരിയോ അല്ലെങ്കിൽ 5 തിരിയോ 7 തിരിയോ എത്ര വേണമെങ്കിലും ഇടാം. ചെറിയതൊക്കെയാണ് ഒരു തിരി ഇട്ടാൽ മതി, ദോഷമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രദക്ഷിണ വഴിയിൽ വേണം കത്തിക്കാൻ. ഒരു തിരി കത്തിച്ചാൽ അടുത്തിങ്ങനെ കത്തിക്കണം, പ്രദക്ഷിണ വഴിയിൽ കത്തിക്കണം. കാരണം പ്രപഞ്ചത്തിലെല്ലാം ആ പ്രദക്ഷിണ വഴിയിലാണ് പോകുന്നത്. നമ്മുടെ രക്തചംക്രമണം മാത്രം എടുത്തുകൊണ്ടാണ് ജീവികളുടെ, അത്രയേ ഉള്ളൂ. അതിന് നേരെ വിപരീതമാണ് പ്രപഞ്ചത്തിലെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നിൽക്കുന്നു. അത് നമ്മുടെ ഒരു വെല്ലുവിളിയാണ്. അന്ധവിശ്വാസവും ഒക്കെ പലപ്പോഴും മതങ്ങളുടെ പേരിൽ ഇന്ന് ധാരാളം അന്ധവിശ്വാസങ്ങൾ. അതാ ഇന്നലെ ഞാൻ പറഞ്ഞ നരകമെന്നും സ്വർഗമെന്നും പിന്നെ കണ്ടൻ പൂച്ച കളിച്ചിയാടി എന്നൊക്കെ പറയുന്നില്ല. ഇന്നലെ വീണ്ടും ഞാൻ അപ്പോൾ ആ സമയത്ത് ആരോ ചോദിച്ചിരുന്നു. ചില ആളുകൾ പറയുന്നുണ്ടല്ലോ, നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് പൂച്ച കുറുകെ ചാടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ആ യാത്ര ശകുനം മോശമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? ശകുനമുണ്ട്, പക്ഷെ ആ ശകുനം പ്രവചിക്കുന്നില്ലെങ്കിൽ പറയുന്ന ആൾ അതിൽ നന്നായിട്ട് ഡെപ്തായിട്ട് റിസർച്ചബിൾ ആയിരിക്കണം, അല്ലാതെ നമുക്ക് പിടികിട്ടില്ല. ശകുനമുണ്ട്. എല്ലാ ശകുനത്തിനും കൃത്യമായ അളവുണ്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഇവിടുന്ന് അവിടെ താഴെ ഇറങ്ങി ആ റോഡ് ക്രോസ് ചെയ്യാന്ന് വിചാരിച്ചു. വലതു ഭാഗത്തുനിന്നൊരു വണ്ടി വരുന്നുണ്ട്. നമ്മളൊന്ന് നോക്കിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ആ വണ്ടി എത്ര സമയം കൊണ്ടാണ് ഇവിടെ എത്തുക, എന്നിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുക. ഇല്ലെങ്കിലോ തട്ടും. അപ്പോൾ ആ കാൽക്കുലേഷൻ കറക്റ്റായിരിക്കണം. കാൽക്കുലേഷൻ പഠിക്കാത്ത ഒരാൾ ശകുനം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും അങ്ങനെ കാൽക്കുലേഷൻ ഉണ്ട്. നമ്മുടെ വേഗതകളൊക്കെ എങ്ങനെയാണ്. 2 വണ്ടികൾ, ഒരു വണ്ടി ഇങ്ങനെ പോകുമ്പോൾ വേറൊരു വണ്ടി ക്രോസ് ചെയ്യാൻ നോക്കുകയാണ്. നല്ല ഡ്രൈവറാണെങ്കിൽ അയാൾക്ക് മനസ്സിലാവും എത്ര ടൈം കൊണ്ട് ആ വണ്ടി ക്രോസിലെത്തും, ആ ബ്രേക്ക് ചെയ്യണോ വേണ്ടയോ. ഈ കാൽക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഭൂരിപക്ഷം ഇടി നടക്കുന്നത്. എന്തിന് മാങ്ങയ്ക്കെറിയുന്നത് പോലും കാൽക്കുലേഷൻ വേണ്ടേ. ഒരു 50 മീറ്റർ ഉയരത്തിലൊരു മാങ്ങയുണ്ട്, അല്ലെങ്കിൽ ഒരു കൊല മാങ്ങയുണ്ട്. നമ്മൾ കല്ലുകൊണ്ടാണ്, പ്രത്യേകിച്ച് കല്ലുകൊണ്ടാണ് എറിയുന്നതെങ്കിൽ ഇങ്ങനെയാണോ എറിയുക? അല്ലെ ഇങ്ങനെ കല്ല് മുകളിലേക്ക് ഇട്ടാൽ മതിയോ? ഇല്ല, നമ്മളിങ്ങനെ വീശി എറിയുന്നു.
അങ്ങനെ വീശി എറിയുന്ന സമയത്ത് നമ്മുടെ കണ്ണ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, കയ്യ്, ബോഡി എല്ലാം ഈ മൂന്നും അതിൽ ചേരുന്നുണ്ട്. ഈ മൂന്നും കൂടി ചേരുന്നതിനെ ശാസ്ത്രം പറയുന്നത് സൈക്കോമോട്ടോ ഡൊമൈൻ വർക്ക് എന്നാണ്. ഈ സൈക്കോമോട്ടോ ഡൊമൈൻ വർക്ക് കറക്റ്റായിട്ടില്ലെങ്കിൽ മാങ്ങ വൈകുന്നേരം വരെ എറിഞ്ഞാലും വീഴില്ല. ചില ആളുകൾക്ക് അത് കറക്റ്റ് ആവില്ല, അവർ എറിയാൻ നിൽക്കില്ല, അവർ പറഞ്ഞ് അതൊന്നും കിട്ടൂല എന്ന് പറയും. പക്ഷെ ചില ആളുകൾക്ക് സൈക്കോമോട്ടോ ഡൊമൈൻ വർക്ക് കറക്റ്റായിരിക്കും. വയനാട്ടിലൊക്കെ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക സമുദായത്തിലൊക്കെ പെടുന്ന ആളുകളാണ്. അവർ ശിക്കാറിനൊക്കെ പോകും, അതായത് വേട്ടയ്ക്ക് പോകും അല്ലേ, വേട്ടനായ്ക്കളെ കൊണ്ട് വേട്ടയ്ക്ക് പോകും. അപ്പോൾ ഒരിക്കലും ഒരു വീടിൻ്റെ ഒരു മരത്തിൻ്റെ മുകളിലേക്ക്, ഒരു കുരുമുളക് വള്ളിയുടെ മുകളിലേക്ക് ഒരു വലിയ ഒരു കാട്ടുമൂർഖൻ, ഒരു കരിമൂർഖൻ കയറി പോവുകയാണ്. ഉടനെ ആ വീട്ടുകാരൻ ഒരുത്തിനെ പറഞ്ഞു വിട്ടു, വേഗം പോയി വിജയനെ വിളിച്ചിട്ട് പാടാന്ന് പറഞ്ഞു. ചെറിയ പയ്യനാണ് വിജയൻ. വിജയൻ വന്ന് 3-4 കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. അവൻ പറഞ്ഞു, നിങ്ങളൊരു 4 ആൾക്കാർ വടിയെടുത്ത് നിന്നോ, ഒറ്റ ഏറിന് ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു. മൂർഖനെ ഒറ്റ ഏറിന് താഴെ വീണു. നമ്മളാണെങ്കിലോ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അവസാനം പറയും അത് വീഴാൻ സാധ്യതയില്ല, നമ്മൾ വിളിച്ചു. അപ്പോൾ ആ സൈക്കോമോട്ടോ ഡൊമൈൻ വർക്ക് ചെയ്യണം. വെറും നമ്മുടെ ബുദ്ധി വികാസം കൊണ്ട് സാധിക്കില്ല. നല്ല ബുദ്ധിയുള്ളവനല്ല ഡ്രൈവ് ചെയ്യുന്നത്, ആണോ? അല്ല. സൈക്കോമോട്ടോ ഡൊമൈൻ വർക്ക് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെയാണ് അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നൊരു വർക്കുണ്ട് നമ്മളെ ബ്രെയിനിൽ. ഫസ്റ്റിലുള്ളത് കോഗ്നിറ്റീവാണ്. വെറും ബുദ്ധിമണ്ഡല വികാസം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്നാണ് പറയുക സയൻസ്. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ വെറും ബുദ്ധിയാണ്, ബുദ്ധിമണ്ഡലം. ബുദ്ധി മാത്രം വികസിച്ചാൽ നമ്മൾ പറയും മലയാളത്തിൽ ബുദ്ധി രാക്ഷസൻ, അവൻ ദുഷ്ടനായിരിക്കും. ആ ബുദ്ധി മാത്രം വികസിച്ചാൽ പോരാ, സൈക്കോമോട്ടോ ഡൊമൈൻ വികസിക്കണം, അഫക്റ്റീവ് ഡൊമൈൻ വികസിക്കണം. അഫക്റ്റീവ് ഡൊമൈൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് പൂന്തോട്ടം ഉണ്ടാക്കാനും ചെടികൾ നടാനും നല്ല നല്ല ക്ഷേത്രങ്ങളെയൊക്കെ ഗംഭീരമാക്കി കൊണ്ടുവരാനും ഒക്കെയുള്ള താല്പര്യങ്ങളുണ്ടാവുക. നല്ല നിറങ്ങളെ ഇഷ്ടപ്പെടുക. ഒരു 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 അസ്തമയം കാണുമ്പോൾ എന്ത് രസമാണ് ഈ അസ്തമയം കാണാൻ എന്നൊരുത്തം പറയും. മറ്റം പറയാൻ ആരെ പണിയില്ല, മറ്റവൻ അഫക്റ്റീവ് ഡൊമൈൻ ഇല്ല, ഇതിന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഭാര്യയും ഭർത്താവിനും 2 അവസ്ഥയാണുള്ളതെങ്കിൽ അവരെപ്പോഴും കലഹിക്കാനും സാധ്യതയുണ്ട്. ഒരാൾക്ക് സൈക്കോമോട്ടോ ഡൊമൈൻ നല്ലോണം വർക്ക് ചെയ്യുന്നു, മറ്റേ ആൾക്കില്ല. അവർ പലപ്പോഴും പലതിനും അഭിപ്രായ വ്യത്യാസമായിരിക്കും. ഏട്ടാനിയന്മാർ അഭിപ്രായ വ്യത്യാസമായിരിക്കും. ഇത് കണ്ടറിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഭാര്യയ്ക്ക് നല്ല അഫക്റ്റീവ് ഡൊമൈനായിരിക്കും. എന്തെങ്കിലും ഒരു ഉദയസൂര്യനെ കാണുമ്പോൾ കവിത വരും, ദോശ ഇടാൻ മറന്നിട്ടുണ്ടാവും, അന്ന് അവിടെ കലഹമായിരിക്കും. നിൻ്റെ കവിത അല്ലേ എന്നും പറഞ്ഞിട്ട് അതൊക്കെ കെട്ടിയവൻ പറിച്ച് ചെല്ലി കളയും. കാരണം കെട്ടിയവൻ അഫക്റ്റീവ് ഡൊമൈൻ ഇല്ല. ഒരു കിളി വന്ന് പാട്ടുപാടി അതും നോക്കി നിന്നു, അപ്പോഴേക്കും കുട്ടി പോയിട്ട് കുഴിയിൽ വീഴുന്നത്. കിളിയുടെ പാട്ട് നോക്കി നിന്ന് കെട്ടിയോളെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കില്ലേ കെട്ടിയോ. അപ്പോൾ കിളിയുടെ പാട്ട് കേൾക്കണമെങ്കിലും കിളിയെ കാണുമ്പോൾ സന്തോഷം തോന്നണമെങ്കിലും എന്തിന് അണലിപ്പാമ്പിങ്ങനെ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും പറയാൻ വിചാരിച്ചാൽ ആരെങ്കിലും അണലിപ്പാമ്പിനെ കണ്ടിട്ടുണ്ട്? വളരെ വൈപ്പറില്ലേ, സ്പീഡ് കുറച്ചാൽ പോവുക, സ്ലോ ആണ്. പക്ഷെ അതിൻ്റെ പുറം ഭാഗം നല്ല കസേര, പണ്ടൊക്കെ ഈ വള്ളി കൊണ്ട് മെടഞ്ഞ കസേര കണ്ടിട്ടില്ലേ, പൂക്കളൊക്കെ ആയിട്ട് വള്ളി കൊണ്ട് കൂടും പാവും മെടഞ്ഞ്, അതുപോലെ തോന്നും. ഇങ്ങനെ എടുത്ത് നോക്കി നിൽക്കാന്ന് വിചാരിച്ചാൽ അണലിപ്പാമ്പിനെ നോക്കിയിട്ട് നോക്കടാ എന്തൊരു ഭംഗിയാ. അപ്പൊ എഫക്റ്റീവ് ഡൊമൈനില്ലാത്തത് അടക്കടിക്ക് തലി കൊച്ചിയടാ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് വ്യത്യാസം വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ശകുനം കൃത്യമായിട്ട് പറയണമെങ്കിൽ വെറും കോഗ്നിറ്റീവ് ഡൊമൈൻ പോരാ, സൈക്കോമോട്ടോർ ഡൊമൈനുള്ള വ്യക്തികളായിരിക്കണം. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവർ പറയുന്നതാണ് ശരിയാവുക. അത് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് പറയാം അവൻ കരിങ്കണ്ണനാണ്, അവൻ കരിനാക്കനാണെന്ന്. അതല്ല എൻ്റെ സംഗതി. നടക്കാൻ പോകുന്നത് പറയുകയാണ് അയാൾ, അതാണ് അതിൻ്റെ സത്യം. നടക്കാൻ അയാൾ പറഞ്ഞിട്ടില്ലെങ്കിലും നടക്കും അല്ലേ? ഒരു നാട്ടിൽ ഇങ്ങനെ നടക്കാൻ പോകുന്ന കാര്യം പറയുകയും പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു കഥയാട്ടോ, വെറുതെ പറഞ്ഞായിരിക്കും. അങ്ങനെ ഒരു വീട്ടിൽ നോക്കുമ്പോൾ ഒരു പ്ലാവിൻ്റെ മുകളിൽ മൊത്തം എപ്പോൾ നോക്കിയാലും ചക്കയാണ്. ചക്ക കൊണ്ട് ദുരിതമായി.
അങ്ങനെ ഇതിങ്ങനെ വെട്ടി കുഴിയിലിട്ട് എന്നിട്ട് ഒന്നും തീരുമൊന്നുമില്ല. 4 ദിവസം കഴിഞ്ഞാൽ പിന്നും ചക്കയുണ്ടാവും. ഈ പ്ലാവാണ് വെട്ടിക്കളയാൻ ഇയാൾക്കൊരു മടിയും വീട്ടുകാരന്. അവസാനം ഒരുത്തം വരും, നമ്മളെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളുണ്ട്, അയാളെ കൂട്ടിക്കൊണ്ടുവന്നത്, അയാളൊന്ന് നോക്കിയിട്ട് എന്തൊരു ചക്കയാന്ന് പറഞ്ഞാൽ മതി, പിന്നെ ജമ്മത്ത് ചക്ക ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ പോയി, അപ്പോൾ അയാൾ പറഞ്ഞു തിങ്കളാഴ്ച വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പിന്നെ പരിപാടി നോക്കി ചൊവ്വാഴ്ച നോട്ട് ബുധനാഴ്ചയും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ ബുധനാഴ്ചയും വന്നില്ല, വ്യാഴാഴ്ചയും വന്നില്ല. ഈ ചങ്ങാതി വീട്ടിലുള്ള ചക്ക മൊത്തം വെട്ടി കുഴിയിലിട്ടു. പെട്ടെന്ന് കണ്ടവൻ സൈക്കിൾ എടുത്തിട്ട് വരുന്നു. നിങ്ങൾ വീട് നോക്കി കുറച്ച് നേരം വൈകിട്ട് പോവാൻ. അയ്യോ, ഞാനുള്ള ചക്ക മൊത്തം കുഴിയിൽ വെട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. അതിൽ ഒരു ചക്ക കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആൾക്കാരും കൂടി ഇങ്ങനെ തെരഞ്ഞ് നടക്കുകയാണ് പ്ലാവിന് ചുറ്റും. അപ്പോൾ ഈ മുതലാളി പറഞ്ഞു, അവിടെ ഒരു ഉണങ്ങിയൊരു കമ്പ് നിൽക്കുന്നുണ്ടോ? അതിൻ്റെ അടുത്ത സൈഡിൽ ഒരു പഴുത്ത ഇല നിൽക്കുന്നുണ്ടോ? അതിൻ്റെ അടിയിലൊരു ചക്ക കണ്ടോന്ന്. ഇതിൻ്റെ കണ്ണ് ഭയങ്കരമാണല്ലോ എന്ന് പറഞ്ഞതാണ്. അപ്പം ചക്കയല്ല പോയത്, കണ്ണ് വീസടിച്ചു പോയി. അങ്ങനെ സംഭവിക്കുകയൊന്നുമില്ല, ഇത് വെറും കഥയാണ്. ഒരാൾ നമ്മളെ നോക്കിയിട്ട് അവൻ്റെ കണ്ണ് ഭയങ്കര ഉണ്ടക്കണ്ണാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണ് വീസായി പോകുമോ? നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത തോന്നിയാൽ ആ മനസ്സിൻ്റെ വൈബ്രേഷനാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലാവുമല്ലോ? ഞാൻ അത്യാവശ്യം തടിയുള്ള ആളാണ്, അത്യാവശ്യം വയറൊക്കെ ഉള്ള ആളാണ് അല്ലേ? അത്യാവശ്യം തടിയില്ലേ അല്ലേ? വയറൊക്കെ ഉള്ള ആളാണ്. ഇപ്പം നോക്കിയിട്ട് എന്തൊരു കുടവയറായിട്ട് എന്ന് നോക്കിയാൽ ഞാൻ പേടിച്ചു എന്ന് വിചാരിച്ചു. അവൻ്റെ കണ്ണെനിക്ക് പറ്റുമോ? വേറൊരുത്തും പറയാൻ കുടിച്ചു, നിങ്ങളെ വയറ് പോയത് തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഞാനിങ്ങനെ ടെൻസ്ഡായിരിക്കും. ടെൻസ്ഡ് ആണെങ്കിൽ ഓട്ടോ സജസ്റ്റീവായിട്ട് എനിക്ക് വയറിന് അസുഖം വരും. ഞാൻ തന്നെയാണതിന് കാരണക്കാരൻ, അവനല്ല. അതാണ് നമ്മൾ ഈ കരിനാവ് പൊട്ടിക്കണ്ണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ സംഗതിയില്ല, നമ്മളുടെ തന്നെ ഭയപ്പാടാണ്. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ, ഒന്നും മറന്നു പോകരുത് കേട്ടോ, പോസ്റ്റ് മോഡേൺ സയൻസും കൂടെ ഇതിനകത്ത് ചേർത്ത് പറയാൻ കാരണമാണ്. നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന അവൻ എപ്പോഴും എന്തും ചെയ്ത് കളയാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സംഗതി കിട്ടുന്നത്. അതൊരു ചെമ്പരത്തിപ്പൂ ആയാലും മതി. അപ്പം നമുക്ക് ആരോ ശത്രു ദോഷം ചെയ്തു, ഏതോ ഒരു ശത്രു നമുക്ക് ദോഷം ചെയ്തു. അതിൽ ടെൻഷനാവാൻ തുടങ്ങി. നമ്മൾ കണ്ട സ്ഥലത്തൊക്കെ പോയിട്ട് കാശ് കൊടുക്കുക. പല ടെക്നിക്സും ഉണ്ട് കേട്ടോ. ചില ആളുകൾ വന്നിട്ട് പറയും നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റിനും പലതും കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ നടന്ന് കുഴി മാന്തുന്ന സമയത്ത് നമ്മുടെ മജീഷ്യൻ മുതുകാടിനെ കണ്ടിട്ടില്ലേ? അതുപോലെ കൈയടക്കം പഠിച്ച വിദ്വാന്മാരായിരിക്കും. അവരുടെ കയ്യിലുള്ള സാധനമാണ് കുഴിയിൽ നിന്ന് എടുക്കുന്നത്. അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും ആ സാധനം. നമ്മൾ വിചാരിക്കും ഇയാളെന്തൊരു അത്ഭുതമാണ് കാണിച്ചത്. അതാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്, എന്നാൽ പിന്നെ മുട്ടയിൽ വെച്ചിട്ട് ഒന്ന് ചൈനയ്ക്കും പാകിസ്ഥാനെതിരെ അങ്ങ് കൊടുത്താൽ എന്താണ്? ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ പെട്ട് രോഗം ബാധിക്കുന്ന ധാരാളം ആളുകൾ. പല രോഗങ്ങളും പിടികൂടുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, സൈക്കോസൊമാറ്റിക് ഡിസീസ്. അതുകൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ്. ആ മനസ്സിനെ ശക്തിപ്പെടുത്താനാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോഴും നമ്മൾ മനസ്സിനെ ശക്തിപ്പെടുത്താൻ, ശരീരത്തെ ശക്തിപ്പെടുത്തണം, ഇന്ദ്രിയങ്ങളെ ശക്തിപ്പെടുത്തണം. അതിനാണ് വ്രതങ്ങൾ സ്വീകരിക്കുന്നത്. ഇതെല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു പണ്ടൊരു പാഠം പഠിച്ചില്ലേ, നമ്മൾ നിത്യഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലേ? നമ്മളൊക്കെ മുതിർന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവും കുട്ടിക്കാലത്ത് ഒരു പാഠം പഠിച്ചത്. എന്ന് പറഞ്ഞാൽ ദിവസവും നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിൻ്റെ ശക്തി വരും. എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തിട്ട് കാര്യമുണ്ടോ? ദിവസവും പല്ല് തേക്കണ്ടേ? ദിവസവും കുളിക്കണ്ടേ? മാസത്തിലൊരു ദിവസം 6 മണിക്കൂർ നാട് കുളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദിവസവും ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന ദിവസം, വെള്ളം കുടിക്കുന്ന ദിവസം. ഇതുപോലെയാണ് ക്ഷേത്ര ദർശനം വേണ്ടത്. ഇതുപോലെയാണ് വിളക്ക് കത്തിക്കുന്നത് വേണ്ടത്. ഇതുപോലെയാണ് നാമം ജപിക്കുന്നത് വേണ്ടത്. അല്ലാതെ പരീക്ഷയുടെ തലേദിവസം മാത്രം പോയിട്ട് ഇലക്ഷൻ്റെ സമയത്ത് അല്ലേ, ഏതൊരു നിരീശ്വരവാദിയോ ഭൗതികവാദിയായ ഒരാൾ ഇലക്ഷനിൽ നിന്നപ്പോൾ കാൻഡിഡേറ്റ് ആയ സമയത്ത് അയാളെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ അയാളെ കൂട്ടുകാർ വന്നതാണ് ഇലക്ഷൻ പ്രചരണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം വീട്ടുകാരോട് പറഞ്ഞ് അച്ഛൻ അമ്പലത്തിലേക്ക് പോയിരുന്നു.
അമ്പലത്തിലോ? അതിന് അത് അമ്മ പറഞ്ഞ് എന്തായാലും നാളെയല്ലേ തിരഞ്ഞെടുപ്പ്, ഇന്നൊന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാളെന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ചിട്ട് പോയതാണ്. ഇവർ പറഞ്ഞ അമ്പലത്തിലേക്ക് ഓടി. കാരണം ഈ നിരീശ്വരവാദിയായ ഇവനത്തിന് അമ്പലത്തിൽ കയറിയിരിക്കുന്നത്. ചെന്ന് നോക്കുമ്പോൾ ഇയാൾ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കും, കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക. അപ്പം നിൽക്കുക കഴിഞ്ഞപ്പം എന്താ മനുഷ്യത്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നു കണ്ണടച്ച് പറഞ്ഞു. അന്നേരം ഉടനെ ഇയാൾ മറ്റവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയാം, അത് വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാനിങ്ങ് പോകുന്നു, എന്നാലും ഒരു കണ്ണടച്ച് പിന്നെ വൃത്തിയായിട്ട് ദൈവത്തിനെ കണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ണടച്ചാൽ ഞാൻ. ഇങ്ങനെ നമ്മൾ ഒന്ന് വിചാരിക്കുകയും വേറൊന്ന് ചെയ്യുകയും ചെയ്തിട്ടൊരു കാര്യമില്ല. അതാണ് നാമം ജപിക്കുമ്പോൾ അത് മാത്രമേ ചിന്തിക്കാവുള്ളൂ, ക്ഷേത്രത്തിൽ വന്നാൽ അത് മാത്രമേ ചിന്തിക്കാവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയവും പ്രാണനും ഒക്കെ ശരിയാവുക. അതാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ ലോകത്തിൽ അറിയപ്പെടുന്നവരായി മാറിയത്. ആരെ പഠിച്ചാലും മനസ്സിലാവും, അവർ വളരെ കോൺസെൻട്രേറ്റ്. ഏത് ആചാര്യന്മാർ, ആധ്യാത്മിക ആചാര്യന്മാർ മാത്രമല്ല, സയൻറ്റിഫിക്കായിട്ട് ജീവിച്ച ആളുകൾ പോലും. സയൻസ്, ഇപ്പോൾ ബൾബ് കണ്ടുപിടിച്ച തോമസ് അൽവ എഡിസനൊക്കെ നൂറുകണക്കിന് പരീക്ഷണം നടത്തിയിട്ടാണ് ബൾബ് കത്തിയത്. ഒന്നോ രണ്ടോ പരീക്ഷണം നടത്തിയാൽ നടക്കൂ? ഇല്ല. ഇപ്പോൾ ഒരാൾ കല്ല് പൊട്ടിക്കുകയെന്ന് വിചാരിച്ചു, വലിയ കൂടം കൊണ്ട് മറ്റേ അല്ലേ ഹാമർ ചുറ്റിയൊക്കെ എടുത്ത് അടിച്ച് പൊട്ടിക്കുന്ന കണ്ടില്ലേ? ചിലപ്പോൾ അയാളെ വലിയ കല്ലടിച്ച് അടിച്ച് അടിച്ച് പൊട്ടിക്കുന്നത് ചിലപ്പോൾ ഒരു 106ാമത്തെ അടിക്കായിരിക്കും കല്ല് പൊട്ടുന്നത്. ആ 106ാമത്തെ അടി ആദ്യം അടിക്കാൻ പറ്റുമോ? ചെമ്മത്ത് പറ്റില്ല, അടിച്ചുകൊണ്ടേയിരിക്കുക, പൊട്ടും. അതാണ്. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് നമ്മളൊരു സ്വഭാവം ഏറ്റെടുത്ത് അതെന്തായാലും പൊട്ടും എന്ന് വിചാരിച്ച് തന്നെ പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ജോലി ചെയ്യുന്നത്. ആദ്യമായിട്ട് കിണർ കുഴിച്ചാൽ എങ്ങനെയായിരിക്കും? കുറച്ചു നേരം മാന്തി നോക്കിയിട്ട് ഇത് ശരിയാവില്ല എന്ന് കൂടിയിട്ട് പോയിട്ടുണ്ടാവുമോ? വെള്ളം കിട്ടില്ല ഇല്ലേ? പഴയൊരു കഥയുണ്ട് അങ്ങനെ, പാക്കനാരുടെ ഒരു കഥയുണ്ട്. അതായത് ഈ മേളത്തോൾ അഗ്നിഹോത്രി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാക്കനാർ രചകൻ വായില്ല കുന്നിലപ്പൻ എന്ന് പറഞ്ഞ് 12 മക്കളുണ്ടല്ലോ. ആ 12 മക്കളിൽ ഈ പാക്കനാർ ഭയങ്കര ചെറിയ ചെറിയ ബുദ്ധിയുള്ള ആളാണ്. അയാൾ ഏട്ടൻ്റെ വീട്ടിൽ പോയത്, അഗ്നിഹോത്രിയുടെ വീട്ടിൽ പോയ സമയത്ത് അഗ്നിഹോത്രിയുടെ ഭാര്യയ്ക്കാണെന്ന് വെച്ചാൽ ശരിക്കും അറിയില്ല, അനിയന്മാരും കെട്ടിയോൻ്റെ അനിയന്മാരെയും അറിയില്ല. 12 ഉണ്ടല്ലോ, 11 ഉണ്ടല്ലോ ബാക്കി. അപ്പോൾ ആരായിരുന്നു, എന്താ അല്ല ചേട്ടൻ ഇവിടെ ഇല്ലേ, കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഇരിക്കുക കേട്ടോ, പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ഇപ്പം കൃഷ്ണനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് വന്നാൽ നമ്മൾ ദേവീനെ പ്രാർത്ഥിക്കും, കുറച്ച് കഴിഞ്ഞ് വന്നു അയ്യപ്പനെ പ്രാർത്ഥിക്കാൻ. അപ്പം ഇത് 2-3 എണ്ണം കേട്ടപ്പോൾ പാക്കനാരും ചോദിച്ചാൽ മുറ്റത്ത് ഓരോ കുഴി കുഴിച്ചു എന്നാണ്, വെറുതെ ഇങ്ങനെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പം വീണ്ടും വൈഫ് വന്നിട്ട് പറഞ്ഞു, ഇപ്പം വേറെ ഒന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇപ്പോൾ വരികയെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് മാറ്റി മാറ്റി കുഴിച്ച് അഗ്നിഹോത്രി പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു 10-12 കുഴി. അപ്പോൾ ചോദിച്ചു, നീ എന്താടാ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇത് പറഞ്ഞു, ഇതെൻ്റെ അനിയനാട്ടോ എന്ന് പറഞ്ഞു കെട്ടികളോട്. ഈ പാക്കനാർ ഈ മുറമുക്കലൊക്കെ ആയിരുന്നല്ലോ പണിയില്ലേ, നാട് മുഴുവൻ നടക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ കച്ചവടമായിട്ട് നടക്കലാണ്. അപ്പം നീ എന്തിനീ കുഴി കുഴിച്ച്? അത് ഞാൻ വെള്ളം കിട്ടുമോ നോക്കിയതാന്ന് പറഞ്ഞു. അപ്പോൾ അഗ്നിഹോത്രിക്ക് മനസ്സിലായി, ഏതെങ്കിലും ഒരു കുഴി കുഴിച്ചാൽ മതി, കണ്ടമാനം കുഴി കുഴിച്ച് നടന്നാൽ വെള്ളം കിട്ടില്ല. ചില ആളുകൾ സ്വന്തം നാട്ടിൽ ക്ഷേത്രം ഉണ്ടായാലും ശരി ഇവിടേക്ക് തിരിഞ്ഞു നോക്കില്ല, ഇവിടെ പ്രാർത്ഥിക്കുകയില്ല, വീട്ടിലൊരു വിളക്കുണ്ടാവില്ല, വീട്ടിലൊരു പൂജാമുറി ഉണ്ടാവില്ല. എന്നിട്ട് ചോദിക്കുമ്പോൾ അല്ല നിന്നെ 4 ദിവസമായിട്ടാണ് ഞാൻ ഗുരുവായൂരായിരുന്നു. അത് സന്തോഷം, ഗുരുവായൂർ പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളും നമ്മുടെ വീടുമൊക്കെ ആദ്യം ശ്രദ്ധിച്ച് അതിൻ്റെ ചിട്ടയിൽ വരണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഗുരുവായൂരെത്തും. നമ്മൾ പ്രതീക്ഷിക്കുകയില്ല, പ്രതീക്ഷിക്കാതെ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെ നമ്മളവിടെ എത്തും. അല്ലെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ ശക്തി നമ്മുടെ വീട്ടിലും എത്തും, എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോകുന്ന നമ്മുടെ ഈ നാട് വലിയ വെല്ലുവിളിയെ നേരിടുമ്പോഴാണ് നമ്മളത് പോരാ എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും പല മതങ്ങളിൽ നിന്ന് മറ്റു മതങ്ങളിലേക്ക് മാറുന്നത്. ഈ ദൈവത്തിന് ശക്തിയില്ല എന്നാൽ മറ്റവനെ കണ്ടുപോട്ടെ, അതിന് ശക്തിയില്ല എന്നാൽ മറ്റയാളെ കണ്ടുപോട്ടെ. ഇപ്പോൾ ഈ ഡോക്ടർമാരെടുത്ത് പോലും പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളെ, നിങ്ങളിൽ ആരെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു 3-4 വട്ടം ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പറയും അയാളൊരു ശരിയില്ല, എന്നിട്ട് അടുത്ത ഡോക്ടറെ അടുത്ത് പോകും. അപ്പോഴത്തേക്ക് ഏതാണ്ട് ഇവരുടെ കാലം കഴിയാനാവും.
4 ഡോക്ടർ മാറി മാറി പോകുമ്പോഴത്തേക്കും രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ഒരു വൈദ്യനാണ് അല്ലെങ്കിൽ ഡോക്ടറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ മരുന്ന് വാങ്ങിച്ച് അവർ പറയുന്നത് പോലെ ജീവിക്കുക. ഇല്ലാതെ ഇപ്പോൾ ഷുഗറൊക്കെ വന്ന ആളുകളോട് പലപ്പോഴും ഡോക്ടർമാർ ആദ്യം പറയും, അല്ലെങ്കിൽ അവർ ചീട്ടിൽ നോക്കിയാൽ ഫസ്റ്റിൽ തന്നെ കാണുന്നതെന്നറിയോ, ഭക്ഷണ നിയന്ത്രണവും നിരന്തരമായ വ്യായാമവും ചെയ്യുക എന്നാണ്. അതിനുശേഷമേ മരുന്നിൻ്റെ പേര് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവർ പോലും പറയുന്നത് എന്താണ്, നിങ്ങൾ വ്യായാമം ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ വ്യായാമം ചെയ്യുമോ? ഇല്ല. ഗുളിക തിന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അന്ധവിശ്വാസികളല്ലേ? ആലോചിച്ച് നോക്കുന്നത്. കഴിഞ്ഞൊരു 3 വർഷം മുൻപാണ് ഭാരതത്തിലെ 503 ഗുളികകൾ നിരോധിച്ചു. 3 വർഷം മുൻപ് ഒന്നിച്ച് നിരോധിച്ചു കളഞ്ഞു. ആ 503 ഗുളികകളും കഴിഞ്ഞ 10, 50, 60, 100 വർഷമായിട്ട് ഭാരതത്തിലുള്ള ആളുകൾ മുഴുവൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മൾ കഴിക്കുന്ന പലതും പിന്നീട് നിരോധിക്കാൻ സാധ്യതയുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പൊക്കെ നമ്മൾ പനിക്കും ജലദോഷത്തിനും ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കൊക്കെ ഉപയോഗിച്ചിരുന്ന മരുന്നുകളുണ്ട് നിരോധിച്ചു കഴിഞ്ഞ്. അനാസിൻ, ആസ്പ്രോ, സാരിഡോൺ എന്നൊക്കെ പറയുന്ന ഗുളികകളുണ്ട്. അതൊക്കെ നിരോധിച്ചു കളഞ്ഞാണ്. കാരണം അത് ഓരോന്ന് ഒരു 10 എണ്ണം തിന്നു കഴിഞ്ഞാൽ വേറെ അസുഖം വരും, ഇതിൻ്റെ സൈഡ് എഫക്റ്റ്. ഇപ്പോൾ ഏതെങ്കിലും മരുന്ന് തന്നാൽ അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക് തരുന്നില്ലേ? ഇത് സാധനം ആലോചിച്ചു. അപ്പോൾ സത്യത്തിൽ നമ്മുടെ പോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസ് പോലും ദുരാചാരത്തിലും അനാചാരത്തിലും അന്ധവിശ്വാസത്തിലും പോകുന്നത് പോലെയാവുന്നു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കഴിച്ചതൊക്കെ മോശമാണ്, അത് കളഞ്ഞു. എവിടെയാണ് മനുഷ്യന് ശാന്തിയും സമാധാനവും ഉണ്ടാവുക? എവിടെ പ്രാർത്ഥിച്ചാലും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വയം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ നമുക്കുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടാണ്. വിദ്യാഭ്യാസപരമായിട്ട് വെല്ലുവിളി എന്ന് പറയുമ്പോൾ കേരളത്തിൽ നമ്മൾ വിചാരിക്കും നല്ല വിദ്യാഭ്യാസമാണെന്ന് വിചാരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഈ DPIയിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ, തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്, 10ാം ക്ലാസ്സിൽ മോനെത്രല്ല പഠിക്കുന്നത്? 6ൽ. പേരെന്താ? നിവേദിന് മെഞ്ഞാന്ന് കണ്ടില്ലേ നമ്മൾ? ഇരിക്കും. അപ്പോൾ നിവേദ് 6ലാണ് പഠിക്കുന്നത്. നിവേദ് 10ലെത്തിയാൽ അച്ഛൻ വിചാരിക്കുന്നു, അമ്മ വിചാരിക്കുന്നു, അധ്യാപകർ വിചാരിക്കും ഫുൾ A+ കിട്ടണമെന്നാണ്. A+ കിട്ടണം, കിട്ടുകയും ചെയ്യും. നീ വിചാരിച്ചാൽ കിട്ടും, അവർ വിചാരിച്ചാൽ കിട്ടില്ല. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് സ്വന്തം പേരെഴുതാൻ പോലും അറിഞ്ഞുകൂടാ. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എവിടെയാണത്? എന്താ പഠിക്കുന്നത്? ഇഷ്ടംപോലെ പുസ്തകം ഉണ്ടല്ലോ. പണ്ടൊരു ചെറിയവൻ LKGയിലോ ഏറ്റവും പഠിക്കുക, UKGയിൽ ഏറ്റവും പഠിക്കുക, അവൻ ഇങ്ങനെ ബസ് കാത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത്, സ്കൂൾ ബസ് ഏറ്റവും വരാൻ കാത്തിക്കുന്ന സമയത്ത് കുടയൊക്കെ കുത്തിപ്പിടിച്ച് നിൽക്കുക. കാരണം കുടയും കുത്തിപ്പിടിച്ചെന്നില്ല, കവന്ന് വീണു. പുറത്ത് വലിയ ചാക്കും കെട്ടാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ അങ്ങോട്ട് ഒരു ചാക്കും കെട്ടും പുറത്തിട്ടിട്ട് നടന്നു പോകുന്നു. വേറൊരാൾ അത് അരിച്ചാൽ കെട്ടാനാണ്. അപ്പോൾ ചോദിച്ചു, മാമനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ വിചാരിച്ച മൂപ്പരും വലിയ വലിയ സ്കൂൾ പഠിക്കുക. അയാൾ പറഞ്ഞു, എടാ ഇത് അരി അതിൻ്റെ അകത്തുള്ളത്, ഇതിൻ്റെ എൻ്റെ അടുത്ത് കുറേ പുസ്തകമാണ്, നീ എന്തെങ്കിലുമൊക്കെ കുട കുത്തി പിടിച്ചില്ലെങ്കിൽ കവന്ന് വീണു. എത്ര പുസ്തകം എന്നറിയാം പിള്ളേർക്ക് പഠിക്കാനുള്ളത്. GK എന്നും പറഞ്ഞിട്ട് കുറേ പ്രസിദ്ധീകരണങ്ങളുടെ പുസ്തകം പഠിപ്പിക്കും നമ്മളെ കുട്ടികളെ. ജനറൽ നോളജ് എന്താ പഠിപ്പിക്കുന്നത്? ടിപ്പുവിൻ്റെ പട്ടി എത്ര ലിറ്റർ വെള്ളം കുടിക്കും? ഇത് പരീക്ഷയ്ക്ക് എഴുതി വല്ല കാര്യമുണ്ടോ? ഞാൻ വെറുതെ ചോദിക്കുന്നില്ല. ഇവിടെ ഉണ്ടാവാം, കേൾക്കുന്നതിൽ പോലീസുകാരുണ്ടാവാം, പട്ടാളക്കാരുണ്ടാവാം, അധ്യാപകരുണ്ടാവാം, ജഡ്ജിമാരുണ്ടാവാം, വക്കീലന്മാരുണ്ടാവും, പല ആളുകളും ഉണ്ടാവാം. PSC കൊടുക്കുന്ന പല ചോദ്യങ്ങൾക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് ജോലിയിൽ കയറിയ ആളുകൾ മൊത്തം വെറുതെയാണ്. പ്രാക്ടിക്കലി സീറോയാണ്. തൃശ്ശൂരിൽ ഒരാൾ തെങ്ങുമ്മ കയറിയിട്ട് പകുതിയായപ്പോൾ ഇപ്പം കയറാനൊരു സാധനം ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ യന്ത്രമായിട്ട് കയറി 3/4 ഭാഗം എത്തിയപ്പോൾ അയാൾക്ക് പഞ്ചസാരയുടെ പ്രശ്നമുണ്ട്, ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോയിട്ട് അവിടെ കുടുങ്ങിപ്പോയി. അപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഫയർ സർവീസിനെയും പോലീസിനെയും വിളിച്ചു. എല്ലാവരും വണ്ടി എടുത്ത് ഓടി വന്നു. ഫയർ സർവീസ് വണ്ടിയൊക്കെ വരുന്നതാണ്ട പേടിച്ചു വന്നു നമ്മളല്ലേ. ടേന്ന് പറഞ്ഞ് വന്നു. എന്നിട്ട് അവർ നാട്ടുകാരോട് ചോദിക്കുക, തെങ്ങുമ്പ് കയറാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ കയറാറുണ്ടോ? ആളുകൾ ഓടിച്ചു അവിടുന്ന്. ഞാൻ വെറുതെ പറഞ്ഞില്ല, പേപ്പർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫയർ സർവീസിൽ ജോലി കിട്ടുന്നു. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്?
വെടിയേറ്റ് മരിച്ച പ്രധാനമന്ത്രി ആരാണ്? എഴുതി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? എഴുതി. ഇവൻ ഫയർ സർവീസിൽ ഇതും കൊണ്ട് കയറിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് ഡെഡാണ്. അവന് നീന്താൻ അറിയണ്ടേ? പേടിത്തൊണ്ടന്മാരുണ്ട്. ഒരു സ്ഥലത്ത് മണ്ണിടിഞ്ഞിട്ട് 10-12 ആളുകൾ മണ്ണിൻ്റെ അടിയിൽ കിടക്കുക. അവിടെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരെത്തി, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടുന്ന് ഞങ്ങൾ കിട്ടിയ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് മണ്ണ് മാന്തിയും വെള്ളമൊക്കെ ഒലിച്ച് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫയർ സർവീസും പോലീസൊക്കെ വന്നു. ഒരാൾ എന്നോട് ചോദിച്ചു, സാറ് ഏത് സ്റ്റേഷനിലാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു സ്റ്റേഷനിലുമില്ല, ഞാനൊരു പാൽക്കോളേജിലെ മാഷാ. ഞാൻ വിചാരിച്ചു വല്ല പോലീസുകാരനാണ്. നല്ല വേറൊരാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, വല്ലതും ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഇടാറില്ല. പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം വയനാടാണ്, ഐസ് വീഴുന്നുണ്ട്, നല്ല തണുപ്പുമാണ്, ഇടി വെട്ടുന്നു. അപ്പം നമുക്ക് പലർക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇത് വേണം. ഇതുകൊണ്ടാണോ പിടിച്ചു നിൽക്കുന്നത്? ആലോചിച്ച് നോക്കുക. അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിന് എന്തോ തകരാറുണ്ട്. നമ്മുടെ കുട്ടികൾ പലപ്പോഴും 10ാം ക്ലാസ്സിൽ എല്ലാം A+ നേടുന്നു. നിവേദേ +2 എല്ലാം A+ നേടുന്നു. ഉടനെ അച്ഛനും അമ്മയും വിചാരിക്കുന്നു ഇവനെ ഡോക്ടറാക്കണം. പിന്നെ അവനെ നേരെ കൊണ്ടുപോയിട്ട് അല്ലേ +1 ചേർക്കുന്നത് സയൻസ് ഗ്രൂപ്പിനാണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ. പക്ഷെ അവന് സയൻസ് അവൻ എത്രത്തോളം ഉൾക്കൊള്ളും എന്നുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ടുണ്ടാവില്ല. അവൻ്റെ അഭിഭാവം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡല്ല, മനോഭാവമല്ല, അഭിഭാവം. അവന് സയൻസിനോട് എത്ര താല്പര്യമുണ്ടെന്ന് അറിയുന്നുണ്ട്. ആ ആപ്റ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കാതെ നമ്മൾ കടത്തി വിടുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഓർത്തു നോക്കൂ, വീട്ടിൽ പോയിട്ട് നിങ്ങളെക്കാളൊക്കെ നന്നായിട്ട് പഠിച്ച ആളുകൾ ഇപ്പോൾ എവിടെയും എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എവിടെയും എത്തിയിട്ടുണ്ടാവില്ല. കാര്യം എന്താണ്? അവർ പ്രീ ഡിഗ്രിക്കോ +2നോ ഡിഗ്രിക്കോ ഒക്കെ പഠിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഞാനൊരു പയ്യനെ കൗൺസിൽ ചെയ്തത്, അവൻ എല്ലാ ദിവസവും ഛർദിയും വയറ്റിളക്കുമാണ്. അങ്ങനെ കൊച്ചിയിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് പറഞ്ഞത്, വല്ല കൗൺസിലറേയും കാണിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ ഒരു ഹൈസ്കൂളിൽ അച്ഛമ്മ അവിടെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാനോരോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവന് ഞായറാഴ്ചയും ശനിയാഴ്ചയും വയറ്റിളക്കമില്ല. അപ്പം എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഇതാരും ശ്രദ്ധിച്ചിട്ടില്ല. എന്നും വയറ്റിളക്കാണെന്നാണ് അമ്മ പോയിട്ട് പറയുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു, അനന്തു കഥയൊക്കെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒടുവിൽ അവൻ പറഞ്ഞു, എനിക്ക് കൊമേഴ്സ് ഇഷ്ടമല്ല. പിന്നെ അവനെ പറഞ്ഞ് അവന് തന്നെ ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് കൊമേഴ്സിൽ തന്നെ നിർത്തിയതാണ്. 2 ദിവസം കൊണ്ട് അവൻ്റെ വയറ്റിളക്കവും പോയി, ഛർദിയും പോയി. നമുക്കിഷ്ടമില്ലാത്ത കോഴ്സിന് പോയാൽ അസുഖം വരും. ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ ഛർദിക്കും. ഇഷ്ടമില്ലാത്ത സ്ഥലത്തെത്തിയാൽ തല ചുറ്റും, ക്ഷീണം തോന്നും, പെട്ടെന്ന് വീട്ടിൽ പോകണം തോന്നും. നമുക്കൊക്കെ അനുഭവമുള്ളതല്ലേ? മനസ്സാണ് പ്രധാനം. ആ മനസ്സിനെ ചിട്ടപ്പെടുത്താതെ നമ്മൾ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടാക്കണം കുട്ടികൾക്ക്. എന്തിനു പഠിക്കണമെന്നും എന്ത് പഠിക്കണമെന്നും. എങ്ങനെ പഠിക്കണം മോളെ? മോളെ പേരെന്താ? വൈഷ്ണവി. വൈഷ്ണവ ഇഷ്ടപ്പെട്ട് പഠിക്കണോ കഷ്ടപ്പെട്ട് പഠിക്കണോ? ഒന്ന് കയ്യടിക്ക്. വൈഷ്ണവയ്ക്കൊരു കയ്യടി വിടാൻ. പിന്നെ നല്ലോണം കയ്യടിക്കും. നിങ്ങളെന്ത് ഇവർക്കൊരു ഇല്ലേ കയ്യടിക്ക്. ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിൻ്റെ പാഠങ്ങൾ നമ്മൾ വേഗം പഠിക്കുന്നു. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വേഗം പഠിക്കുന്നു. മൊബൈൽ പഠിക്കാൻ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ടാണ് കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കിയത്. വൈഷ്ണവ് ഫേസ്ബുക്ക് എടുക്കുമല്ലോ, യൂട്യൂബ് എടുക്കുമല്ലോ, വാട്സപ്പ് എടുക്കുമല്ലോ, മെസ്സേജ് വിടുമല്ലോ, അല്ലേ? കമ്പ്യൂട്ടറൊക്കെ വേഗം പഠിച്ചില്ലേ? കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റം തന്നെയാണ് മൊബൈലിനകത്തുള്ളത്, ലാപ്പിനകത്തുള്ളതൊക്കെ, ടാബിനകത്തുള്ളതൊക്കെ. ഇത് വല്ല സ്കൂളിൽ പോയിട്ട് പഠിച്ചതാണോ? അല്ല. നടക്കാൻ പഠിച്ചെങ്ങനെയാണ്? സ്കൂളിൽ പോയിട്ടാ? ഓടാൻ പഠിച്ചെങ്ങനെ? സ്കൂളിൽ പോയിട്ടാ? അല്ല. സംസാരിക്കാൻ പഠിച്ചെങ്ങനെയാണ്? സ്കൂളിൽ പോയതിന് ശേഷം? അല്ല. നമുക്ക് അമ്മയോട് സംസാരിക്കണം, അച്ഛനോട് സംസാരിക്കണം, കൂട്ടുകാരോട് സംസാരിക്കണം.
ചെറിയ കുട്ടികൾ വർത്തമാനം പറയുന്നത് കേട്ടൊക്കെ നല്ല രസമാണ്. ഞാൻ എൻ്റെ സ്കൂളിലെ LKG UKG കുട്ടികളൊക്കെ വർത്തമാനം പറയുന്നത് ഞാൻ ഒളിച്ചെന്ന് കേൾക്കും. എന്ത് രസമെന്നറിയാം. അവർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുക. ഞങ്ങളുണ്ടല്ലോ ശബരിമലയിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവം പറഞ്ഞു. നമ്മളും പറഞ്ഞിട്ടുണ്ടാകുമ്പോണ്ട്, പക്ഷെ നമുക്കത് ഓർമ്മയില്ല. അപ്പം കുട്ടികളിങ്ങനെ പറഞ്ഞാണ് ശരിയായി വരുന്നത്. നമ്മൾ പറഞ്ഞ് ശരിയാവാനുള്ള അവസരം കൊടുത്താൽ മതി. പക്ഷേ ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം അല്ലാത്ത സ്കൂളിനെ ഇംഗ്ലീഷ് മീഡിയം ആക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരാളെ കൊണ്ടുവച്ചിരുന്നു. അവസാനം മാർച്ച് മാസമായപ്പോൾ അയാൾ വന്നിട്ട് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു, സാറേ ഞാൻ പോട്ടെ മലയാളത്തിൽ. അയാൾ നിങ്ങൾ കുട്ടികൾ തന്നെ മലയാളം പഠിപ്പിച്ചു. ഈ എല്ലാത്തിൻ്റെ ഇടയിലിട്ടപ്പോൾ ഇയാൾ ഇംഗ്ലീഷൊക്കെ പോയി. അപ്പോൾ സ്ഥിരം സംസാരിക്കുന്നത് എന്താണ് അതിൻ്റെ കൂടെ വിടുക ചെയ്യുന്നത്. അതുകൊണ്ടിപ്പോൾ ഡൽഹിയിൽ പോയിട്ട് താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദി അങ്ങ് പഠിച്ചോളും. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന കുട്ടികൾ 10-25 വയസ്സ് വരെ പഠിച്ചാലും എത്ര ഭാഷ മര്യാദയ്ക്ക് സംസാരിക്കുകയും എഴുതുകയും ചെയ്യും? ഇംഗ്ലീഷ് എഴുതിയാലും തെറ്റും, മലയാളം എഴുതിയാലും തെറ്റും, ഹിന്ദി എഴുതിയാലും തെറ്റും, സംസ്കൃതത്തിൻ്റെ കാര്യം പറയണ്ട. പക്ഷേ 4ാം ക്ലാസ്സും കഴിഞ്ഞിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ എത്ര ഭാഷ അറിയാമെന്നറിയാം. കാരണം അവിടെ തമിഴ്നാട്ടുകാരനും ബംഗാളുകാരനും ഉത്തർപ്രദേശുകാരനും ഒക്കെ വരുന്നുണ്ട്. നമ്മളെ നാട്ടിൽ ഇവരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ആ കച്ചവടക്കാരന് എല്ലാ ഭാഷ അറിയാം. നമ്മളിങ്ങനെ അന്തം PhD കഴിഞ്ഞാലൊക്കെ ഇയാൾ ഹിന്ദി പറയുന്നു, ഞാൻ ഹിന്ദി PhD, പക്ഷെ ഇതുപോലെ സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പ്രാക്ടിക്കൽ നോളജ് ഇല്ല വിദ്യാഭ്യാസത്തിൽ. പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണമെങ്കിൽ കുട്ടികൾക്ക് എന്ത് കഴിവുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. പിന്നെ കുട്ടികളുടെ വീട്ടിലൊക്കെ സമ്പർക്കം ചെയ്തു പോകുന്ന സമയത്ത് ഒരിക്കലും എന്നോടൊരു ടീച്ചർ പറഞ്ഞു, സാറേ ആ പയ്യനുണ്ടല്ലോ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ വരുള്ളൂ. എൻ്റെ പേരെന്താണ്? അങ്ങനെ ഞാൻ കാണൽ കുറവാണ്, ശരി. അപ്പോൾ പഠിക്കാനും വളരെ മോശമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ്റെ ആ വലിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, അച്ഛൻ്റെ അമ്മയായിട്ടാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഇവനിവിടുന്ന് കസർത്ത് കളിക്കലാ പണി, ഒന്നും വായിക്കില്ല ഭാഷ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് കസർത്താണ്, എന്തോ കയ്യുത്തി മറിയുന്നൊക്കെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേടാ നീ കയ്യുത്തി മറിയുന്നു, ഒറ്റ കയ്യുത്തി മറിയും, ഇങ്ങനെ ചക്രം പോലെ മറിയും, പുറകോട്ട് മറിയും. ഞാൻ ഇത് എവിടുന്ന് പഠിച്ചത്? ഞാൻ TV നോക്കി പഠിച്ചാണ്. 5ാം ക്ലാസ്സുകാരൻ 6ാം ക്ലാസ്സുകാരൻ അച്ഛനാണ്. ഞാൻ പറഞ്ഞു, മോനെ നീ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ്സിൽ ഒന്ന് ജയിച്ച് കിട്ടിയാൽ നിനക്ക് പോലീസിലോ പട്ടാളത്തിലോ ഫയർ സർവീസിലോ ഒക്കെ കയറാൻ പറ്റും, ഗംഭീരനാവാൻ പറ്റും, എനിക്ക് നല്ല അഭ്യാസിയാവാൻ പറ്റും. ഇവനെ കളരിയിലൂടെയാണ് അല്ലേ? നമ്മൾ സമ്മതിക്കുമോ? ആലോചിച്ച് ചോദിക്കുമോ? നമ്മൾ വിചാരിക്കുന്ന റൂട്ടിൽ തന്നെ കുട്ടികൾ പോകണം എന്ന് വിചാരിക്കരുത്, മറന്നു പോകരുത് കേട്ടോ. എന്നാൽ അവരുടെ കഴിവിനെ നമ്മൾ ശ്രദ്ധിക്കണം. ടീച്ചേഴ്സും അച്ഛനമ്മമാരും കൂടെ ശ്രദ്ധിക്കണം. ഇന്ന് പലപ്പോഴും വിദ്യാഭ്യാസം അങ്ങനെയില്ല. പിന്നെ എന്തിനാണ് പഠിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ് കുട്ടിക്ക്. ഏതൊരു സിനിമയിലെ ഈ ഇന്നസെൻ്റ് ചോദിക്കുന്നുണ്ടല്ലോ അത് ഇതിനോട്, എന്തിനാ പഠിക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞ ജഗദീഷ് പറയുന്നത് LLBക്കാണ്. അതല്ല, എന്തിനാ പഠിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു കുട്ടിയോട് 10ാം ക്ലാസ്സിലോ അല്ല ഡിഗ്രിക്കോ പഠിക്കുന്ന കുട്ടിയോട് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാലോ, നിവേദ എന്തിനാ പഠിക്കുന്നത്? എന്താണ്? പട്ടാളക്കാരനാവാൻ പഠിക്കുന്നു. പട്ടാളക്കാരനാവാൻ ഒരു ലക്ഷ്യമുണ്ട് കേട്ടോ നിവേദിന്, പട്ടാളക്കാരനാവണം. കുടുംബത്തിലാരും പട്ടാളക്കാരുണ്ടോ? ചില ആളുകൾ പറയാ എന്തിനു പഠിക്കാനാ? നിവേദ് എന്തായാലും പറഞ്ഞു 4ാം ക്ലാസ്സുകാരനാണ്, പക്ഷെ ഓൻ പറഞ്ഞു പട്ടാളക്കാരനാവാനാ പഠിക്കുന്നത്. ഒരു ലക്ഷ്യം പോലുമില്ലാതെ വെറുതെ പഠിച്ചു മതി. ആ കുട്ടികളെയാണ് മറ്റുള്ളവർ വഴിതെറ്റിക്കുന്നത്. വീട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കുട്ടികളെയോ ചെറുമക്കളെയോ ഒക്കെ ആ തരത്തിൽ കൊണ്ടുവരണം. അവർക്ക് തോന്നണം ഞാൻ എന്തിന് പഠിക്കുന്നു. അങ്ങനെ 2 ലക്ഷ്യം ഉണ്ടെന്നാണ് പറയുക. ഒന്ന് കരിയർ ഗോൾ, അതായത് ജോലി ലക്ഷ്യം. അതാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്, കരിയർ ഗോൾ ഇന്നതാണ്. അത് നമ്മൾ കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. നീ എന്ത് ജോലി നേടണം എന്ന് അവനെ കൊണ്ട് ചിന്തിപ്പിക്കണം. നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. എനിക്കെന്തായാലും കളക്ടറാവാൻ പറ്റിയില്ല, എൻ്റെ മോനെ കളക്ടറാക്കണം, നടക്കില്ല. നടക്കുന്ന കേസേ അല്ലേ. പണ്ടൊരു ചെറിയൊന്നും പഠിക്കില്ല എന്നാണ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ അച്ഛനെ വിളിച്ചു, സ്കൂളിൽ ഇങ്ങനെ ഓരോ ചർച്ച ചെയ്തപ്പോൾ
മലയാളത്തിൻ്റെ ടീച്ചർ പറഞ്ഞു, ഇപ്പം മലയാളമൊക്കെ അത്യാവശ്യം പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. മലയാളത്തിൻ്റെ ചൊല്ലുകളും മലയാളത്തിലെ കവിതകളും അതും ഇതൊക്കെ ഉഷാറായിട്ട് ഇവൻ പറയും എന്ത് ചോദിച്ചാലും. അപ്പോൾ അച്ഛനവിടെ ഇരിക്കുന്നുണ്ട്. ബഡ്മാഷ് ചോദിച്ചു, അതെന്താണ് നീ മലയാളം മാത്രം പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഓനൊരു ചൊല്ല് പറഞ്ഞു, 8 ഗുണം 10 ഗുണം. ചൊല്ലിക്കൂടെ സംഭവം. അപ്പം നമ്മൾ നമ്മുടെ സാഹചര്യത്തെ ശ്രദ്ധിച്ചിട്ട് ആ സാഹചര്യം മാറ്റിക്കൊടുക്കണം. 10 ഗുണമല്ല 10 ഗുണം. 10 ഗുണം 10 ഗുണം എന്നുള്ളത് സാധാരണ നെല്ലിനും അതുപോലെയുള്ള തേങ്ങയ്ക്കും പറ്റുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച്, ജീവികളെ സംബന്ധിച്ച് നമ്മൾ വിചാരിച്ച കഴിവല്ല ഉള്ളത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് 9 ബുദ്ധി നമുക്കുണ്ട്. അതിലേതും നമുക്ക് ഉന്മിഷിത്തായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അതിലേതാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് എന്ന് നോക്കണം. ഇന്ന് പലപ്പോഴും അധ്യാപകരും അതിൽ ശ്രദ്ധിക്കുന്നില്ല, രക്ഷിതാക്കളും ശ്രദ്ധിക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്ക് അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്, കാണാതെ അങ്ങോട്ട് പഠിപ്പിക്കും. A+B² എല്ലാവരും പഠിച്ചില്ലേ? അത് പഠിച്ചല്ലേ? A+B² ജീവിതത്തിൽ എന്തിനെങ്കിലും പറ്റിയിരുന്നത്? ഒന്നിനും പറ്റിയില്ല. എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ പലതും പഠിച്ചു. ഈ നമ്മുടെ പുത്തഞ്ചേരി ഗിരീഷ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നിരിക്കും ഒരാളോട്, സിദ്ദിഖിനോട് പറയാണ്, പണ്ട് 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ആ ടീച്ചർ, കണക്കിൻ്റെ ടീച്ചർ എന്നോട് ലാസാഗു കാണാൻ പറഞ്ഞു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് അല്ലേ ലാസാഗുല്ലേ? ലഘുതമ സാധാരണ ഗുണിതം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അയാൾ ആരായിരുന്നു? ഗിരീഷ് പുത്തഞ്ചേരി. കേരളം മുഴുവൻ അറിയപ്പെടുന്ന എഴുത്തുകാരനായിരുന്നു. പാട്ടെഴുതി ഇല്ലേ? അത്തോളി പുത്തഞ്ചേരിക്കാരൻ. ഈ മലാപ്പറമ്പിലായിരുന്നു അയാളുടെ വല്യമ്മയുടെയൊക്കെ വീട്. എന്താ അയാളുടെ പാട്ട്! ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിലെ പാട്ട് എഴുതുന്നത്. അയാളുടെ പാട്ടുകൾ കൊള്ളാൻ തോന്നും. ബാക്കിയൊക്കെ മോശം പാട്ടുകൾ. 2 ദിവസമേ നമുക്ക് പാട്ട് കേൾക്കാൻ തോന്നുള്ളൂ അല്ലേ? എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി എന്നൊക്കെ പാട്ട് കേട്ടിട്ടില്ലേ? മറന്നുപോയി. പിന്നെ ഈ വായിൽ കോട്ടിയിട്ടതുപോലെ പാട്ട് പാടുന്നൊരു മനുഷ്യനുണ്ടല്ലോ, അയാളെ ചില പാട്ടുകളുണ്ടായിരുന്നു. അറിയോ? ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞു. നിങ്ങൾ അറിയില്ല? ആരാ? അയാൾ ഏതാ പാട്ട്? ഏതെങ്കിലും പാട്ട് പറയും. ഒരു പെണ്ണിനെ കൊണ്ടുള്ള പാട്ടില്ലേ? ലജ്ജാമതിന്റെ കള്ള കിടക്കണ്ണേ. വായിലെന്തെങ്കിലും ഉരുള സാധനം മതി. 4 ദിവസം അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. പിന്നെ പാട്ടതിൽ പോയി തോന്നില്ല. കാരണം അതിന് വലിയ നമ്മളെ സ്വാധീനിക്കാനുള്ള ഗുണങ്ങളൊന്നുമില്ല. എത്ര നല്ല കവികളും എഴുത്തുകാരും കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് പലരും ഇല്ല. കാരണം നല്ല എഴുത്തുകാരെയും കവികളെയും തത്വചിന്തകന്മാരെയും വളർത്താൻ വിദ്യാലയങ്ങൾക്ക് സാധിക്കുന്നില്ല. അതാണ്. എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരും പ്രസംഗകന്മാരും ഒക്കെയുണ്ട്. എന്തെങ്കിലും എഴുതിയിട്ട് കഥകളുണ്ടാക്കിയിട്ട്, ഇപ്പോൾ നിങ്ങൾ പലരും കാണുന്ന സീരിയലൊക്കെ ഇല്ലേ, അതിലൊക്കെ എന്തൊക്കെയാണ് വരുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. തോന്നുന്ന മാതിരി എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവും ഇതെങ്ങോട്ടാണ് പോവുക എന്നുള്ളത്. സാധാരണക്കാരായ നമുക്ക് മനസ്സിലാവും ഈ സീരിയലിൽ അടുത്തത് എന്തായിരിക്കും പരിപാടി എന്നുള്ളത്. എന്താ കാര്യം? ഗൗരവതരമായ എഴുത്തില്ല, സാഹിത്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും എഴുത്തച്ഛൻ്റെയൊക്കെ കൃതികൾ, പൂന്താനത്തിൻ്റെ കൃതികൾ, വേദങ്ങൾ, ഉപനിഷത്തുകളൊക്കെ നിലനിൽക്കുന്നത്. ഈവൻ ബൈബിൾ പോലും. കാരണം ധ്യാനനിരതമായിട്ട് ശ്രദ്ധിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, അത് കിളികളെക്കുറിച്ചായാലും പൂവിനെക്കുറിച്ചായാലും, കുമാരനാശാൻ്റെയൊക്കെ കവിതകളൊക്കെ, പഴയ പാട്ടുകൾ, കൃഷ്ണനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞോന്ന് എനിക്കറിയാം. നമ്മുടെ യൂസഫ് അലി കേച്ചേരിയുടെ പാട്ട്, കൃഷ്ണനെ കുറിച്ചുള്ള പാട്ട്, കൃഷ്ണകൃപാസാഗരം എന്ന് പറഞ്ഞ സർഗത്തിലുള്ള പാട്ട്, സംസ്കൃതമാണ് പൂർണ്ണമായിട്ടത്. അതുപോലൊരു പാട്ട് പിന്നീട് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ കൃഷ്ണനെ കുറിച്ച്? ഇല്ല. സുഗതകുമാരിയുടെ കവിതകൾ, അയ്യപ്പ പണിക്കരുടെ കവിതകൾ, കടമനിട്ട രാമകൃഷ്ണൻ്റെ കവിതകൾ. കടമനിട്ട രാമകൃഷ്ണൻ്റെ
കുറത്തി എന്ന് പറയുന്നൊരു കവിത ഞാൻ കേട്ടത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് അടിയന്തരാവസ്ഥയാണ്. അപ്പം എൻ്റെ വയസ്സ് കൂട്ടിയോ തെറ്റ് കേട്ടോ, ഇത് കണക്കറിഞ്ഞുകൂടാത്തതിനെ കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ എങ്ങാരേട്ടൻ എന്നോട് ചോദിച്ചു മാഷക്ക് എത്ര വയസ്സ്? ഞാൻ പറഞ്ഞു അത്രേ ആയിട്ടുള്ളൂ എന്ന്. പിടിയിട്ടില്ല. നമ്മൾ പിന്നെ പെയിൻ്റ് അടിക്കാത്തതിനെ കൊണ്ട്, ചില ആളുകൾ പെയിൻ്റ് അടിച്ച് നടക്കുന്നതിനെ കൊണ്ട് പിടിയിട്ടു. നമ്മൾ പെയിൻ്റ് അടിക്കില്ല. അപ്പോൾ അല്ലേ, കുറത്തി എന്ന് പറഞ്ഞൊരു കവിത കേട്ടില്ലേ? മലഞ്ചൂരൽ മടയിൽ നിന്നും കുറത്തിയെത്തുന്നു, ഇളഞ്ഞ ചൂര പനമ്പ് പോലെ കുറത്തിയെത്തുന്നു. ഞാൻ 3ാം ക്ലാസ്സിൽ അച്ഛനവിടെ ഒരു ആര്യോധശാല ഉണ്ടായിരുന്നു. അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് ഒരാൾ നിന്നിട്ട് ഇത് പാടുന്നത്. നോക്കുമ്പം നക്സലൈറ്റുകളാണ്. വയനാട്ടിലൊരു സ്ഥലമാണ് ഒരു ഗ്രാമം. അവർ നാടുഗദ്ധിക എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കാനുള്ളൊരു ആമുഖമായിട്ട് തുടങ്ങിയിരിക്കുന്നത്. KJ ബേബിയുടെ നാടുഗദ്ധി അങ്ങനെയാണ് ഞാൻ വായിച്ചത്. കാരണം അവതരണ രീതി ഉണ്ടല്ലോ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ പാട്ടിൻ്റെ രീതി കേട്ടിട്ടില്ലേ? അവതരണ രീതിയാണ്. അത് അവതരിപ്പിക്കും പോലെ അവതരിപ്പിക്കണം. അല്ലാണ്ട് ഓമൻ തിങ്കൾ കിടാവോ കിടാവോ പിന്നെ കിടാവോ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അത് പാടുന്ന പോലെ പാടി കൊടുത്തു വന്നു. അപ്പം ഇങ്ങനെ ഈ കുറത്തി ഇങ്ങനെ പാടിയിട്ട്, അവിടെ അന്ന് പാടിയ ആളെ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അത്ര ചെറുതല്ലേ. പക്ഷെ അങ്ങനെ കുറത്തിയാട്ട തറയിലെത്തി കുറത്തി നിൽക്കുന്നു. എന്നിട്ട് കരനാഥന്മാരെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ? നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നോ? നിങ്ങളവരുടെ കുഴിമാടം കുളം തോണ്ടുന്നോ? നിങ്ങളെങ്ങനെ നിങ്ങളായിരുന്നു നിങ്ങളറിയും? എന്നെ ഇതുവരെ അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഓരോ സ്കൂളിലും കോളേജിലും കുറത്തി പഠിക്കാണ്ടായിരുന്നു. MA മലയാളത്തിന് പഠിക്കുമ്പോൾ എനിക്ക് പഠിക്കാണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഞാനവിടെ പഠിച്ചെന്ന് പറഞ്ഞില്ല. പക്ഷേ അന്ന് അയാൾ അവിടെ ചൊല്ലിയത് കേട്ടപ്പോൾ ആ കുറത്തി എന്ന് പറയുന്ന കവിത നമ്മുടെ മനസ്സിലേക്ക് കയറി. അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അതിൻ്റെ പുറകെയാണ് ആളുകൾ വരിക. അങ്ങനെയാണ് വിദ്യാഭ്യാസം വേണ്ടത്. ഇഷ്ടപ്പെടണം ആളുകൾ, ഇഷ്ടപ്പെട്ട് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ട് ഒരിക്കലും പഠിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ആ ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ട്, ഒരു കരിയർ ഗോളോ രണ്ടാമത് പറയേണ്ടുന്ന ലൈഫ് ഗോൾ, ജീവിത ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ട് വഴിതെറ്റിപ്പോവാണ്. ജീവിത ലക്ഷ്യവും തൊഴിൽ ലക്ഷ്യവും ചിട്ടപ്പെടുത്തുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിട്ട് വേണം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ. ഒരുപക്ഷെ നമ്മളൊക്കെ വിചാരിച്ചാൽ സാധിക്കും. നമ്മുടെ നാട്ടിൻ പുറത്ത്, നമ്മുടെ നാട്ടിൽ നിന്ന് സന്യാസിമാരും, നമ്മുടെ നാട്ടിൽ നിന്ന് ജഡ്ജിമാരും, നമ്മുടെ നാട്ടിൽ നിന്ന് കളക്ടർമാരും ഉണ്ടാവും. നമ്മൾ വിചാരിച്ചാൽ മതി. ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചാൽ മതി. വെറും വിദ്യാലയങ്ങളിൽ പറഞ്ഞു വിട്ടത് കൊണ്ടായില്ല. എന്താണ് മറ്റുള്ളവരോട് പെരുമാറാൻ പോലും ഇന്ന് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. വിദ്യാഭ്യാസം എത്രയൊക്കെ ഉണ്ടാവും, എത്രയോ ഉണ്ടാവും. ഈ ഇടയ്ക്കിങ്ങനെ പറയുന്നില്ലേ, ആർക്കൊന്നും തോന്നരുത് കേട്ടോ, പോലീസുകാർ മാന്യമായി പെരുമാറണം എന്നൊക്കെ മിഞ്ഞാന്ന് DGP പറഞ്ഞിട്ടുണ്ട്. മാന്യമായി പെരുമാറണം പോലീസ്. ഇത് എവിടുന്ന് പഠിക്കുക? നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? പാടത്ത് പഠിക്കുന്നുണ്ടോ? അപ്പം ആചരണങ്ങളിലൂടെ മനസ്സിലാക്കണം. അങ്ങനെ മാന്യമായി ജീവിക്കുന്ന ഗുരുക്കന്മാർ നമ്മുടെ ഇടയിൽ ഇങ്ങനെ സിംഹവാലം കറങ്ങിനെ പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ നിന്നൊരു വെല്ലുവിളിയാണ്. നമ്മളെ കുട്ടികൾ, പ്രത്യേകിച്ച് വീട്ടിൽ 2 കുട്ടികളേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ആ 2 കുട്ടികളെ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് എങ്ങനെ നല്ല ജോലിയിലേക്ക്, സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചേ മതിയാവും. അതിന് ക്ഷേത്രത്തിനെ നമ്മൾ കേന്ദ്രീകരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുമായിട്ട് യാതൊരു പരിചയവും ബന്ധവുമില്ലാത്ത ആളുകൾ, വിദേശ സംസ്കാരമുള്ള ആളുകൾ പല മേഖലകളിലെത്തുമ്പോൾ, ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെയുള്ള ഡോക്ടർമാരാവട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസുള്ള ഡോക്ടർമാരാവട്ടെ, അവർ തീരുമാനിക്കും അവരെ കാണാൻ പോകുമ്പോൾ നമ്മൾ എത്ര കാശ് കൊടുക്കണം. അവർ അസോസിയേഷൻ ഉണ്ടാവും. നമ്മളെ വീട്ടിൽ ഡോക്ടർമാരില്ല എങ്കിൽ, നമ്മുടെ വീട്ടിൽ എഞ്ചിനീയർമാരില്ല എങ്കിൽ, നമ്മളെ വീട്ടിൽ അധ്യാപകരും പോലീസുകാരും പട്ടാളക്കാരും ഇല്ല എങ്കിൽ, മറ്റുള്ളവർ പറയുന്ന പോലെ നമ്മളെ വീട് കേൾക്കേണ്ടി വരും. ഇത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. നിങ്ങളെ അനുകരിക്കാൻ തോന്നണം സമൂഹത്തിന്. കുട്ടികളോട് പറയണം. അത് ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും ആളുകൾ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ.
കുട്ടികളോട് പറയണം, സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ നടത്തം കൊണ്ട്, ഭക്ഷണം കൊണ്ട്, ഭാഷ കൊണ്ട് പറയാറുണ്ട്. 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അതിൽ. ഒന്ന് ഭവനം എന്ന് പറയും, വീട്. നമ്മുടെ വീടും പരിസരവും കണ്ടാൽ, നമ്മുടെ വീടിൻ്റെ അകം കണ്ടാൽ, അവിടുത്തെ അച്ചടക്കം കണ്ടാൽ, അവിടുത്തെ വൃത്തി കണ്ടാൽ ആൾക്കാർക്ക് തോന്നണം എന്തൊരു നല്ല വീടാണ്. പുറത്തുനിന്ന് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് കണ്ടിട്ട് മാത്രമല്ല. ഭവനം. ഭക്ഷണം. നമ്മുടെ ഭക്ഷണ രീതി കണ്ടാൽ ആൾക്കാർ പറയണം ഇങ്ങനെയാണ് ഭക്ഷണം എന്നുണ്ട്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറയണം, ഇങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ. ഭജനം അല്ലേ, ഭജിക്കുക, നാമം ജപിക്കുക. അതുപോലെ അത് കാണുമ്പോൾ ആളുകൾ പറയണം ഇങ്ങനെ ഭജനം വേണം, സന്ധ്യയ്ക്ക് എല്ലാവരും കൂടെ ഇരുന്നിട്ട് നാമം ജപിക്കുക. എന്തൊരു കൂട്ടായ്മയാണ്. ഭൂഷണം, വസ്ത്രഭൂഷാദികൾ, നല്ല മനോഹരമായ വസ്ത്രധാരണം. ഭ്രമണം, ചുറ്റുപാടുകൾ. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പൂച്ചെടികളും കാര്യങ്ങളൊക്കെ നട്ട് വളരെ വൃത്തിയായിട്ടിരിക്കണം. 2 നേരമൊക്കെ അടിച്ചു വാരുന്ന സ്വഭാവവും പൂച്ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കുന്ന സ്വഭാവവും ഇതെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ വീടൊക്കെ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഒരു മാഷുണ്ടായിരുന്നു എൻ്റെ കൂടെ പാരൽ കോളേജിൽ പഠിപ്പിച്ച്. പാവത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾ കിടക്കുന്ന കട്ടിലിലാണ്, വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലത്ത്. അയാൾ കിടക്കുന്ന കട്ടിലിലാണ് അയാൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളും അഴിച്ചിടുന്ന വസ്ത്രവും സകല സാധന സാമഗ്രികളുണ്ട്. അതങ്ങ് ഉന്തി നീക്കി അവിടെ കിടന്നാണ്ട് വന്നു. ദിവസം രാവിലെ ഇയാളെ കാണാൻ വേണ്ടി എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് ഞാൻ ചെന്നപ്പോൾ വിളിച്ചുണർത്തി നിറച്ചു വെക്കും. ഞാൻ ചോദിച്ചെന്താ റേഡിയോ കൂട്ടിയിട്ടില്ലേന്ന് ചോദിച്ചു. പണ്ടൊക്കെ റേഡിയോ കേട്ടിട്ട് പാട്ട്, അത് ഞാൻ ഇന്നലെ 10:30 ചലച്ചിത്രഗാനം കേട്ട് കിടന്നുറങ്ങിപ്പോയി മാഷെ എന്ന് പറഞ്ഞു. എന്നാൽ വേഗം വരും, നമുക്കൊരു സ്ഥലം വരെ പോകണം, എന്നിട്ട് വേണ്ടേ നമുക്ക് കോളേജിലേക്ക് പോകാൻ. കണ്ടപ്പം തപ്പിപ്പിടിച്ച് എണീറ്റ് പല്ലൊക്കെ തേച്ച് കുറച്ച് തണുപ്പുണ്ട്. അങ്ങനെ പറഞ്ഞു ഇന്ന് എന്നാ കുളിക്കേണ്ടടോ എന്ന് പറയുന്നത്. ഞാൻ കുളിക്കാണ്ട് ഇറങ്ങുന്നു വെച്ചു. ഇന്നിപ്പോൾ കുളിക്കൊന്നും വേണ്ട. പുസ്തകം എടുക്കണം. പിന്നെ പുസ്തകം ഇയാൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന പുസ്തകം ഇങ്ങനെ മറിച്ചിട്ട് നോക്കുക. എൻ്റെ പുസ്തകം എവിടെയാണ്? ഒരു അച്ചടക്കവുമില്ല. ഇയാൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വല്ല അച്ചടക്കവും ഉണ്ടാവും. നിങ്ങളുടെ വസ്ത്രങ്ങൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചില കുട്ടികളൊക്കെ കണ്ടില്ലേ, വീട്ടിലെത്തി കഴിഞ്ഞാൽ പാൻ്റൊക്കെ ഊരി ഒരൊറ്റ അയലിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു കാല് കയറും, മറ്റേ കാല് കയറില്ല, എങ്ങനെ തൂങ്ങും. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ ചോട്ടുകൂടി പോകുമ്പോഴേക്കും പാൻ്റ് തലയിൽ വീഴുന്നുണ്ട്. ഒരേറാണ്. ഷൂസ് ഒരു ഏറ്, പാൻ്റ് ഒരു ഏറ്, ബാഗ് ഒരു ഏറ് അല്ലേ. എന്നിട്ട് രാവിലെ അമ്മേ എൻ്റെ ബോക്സ് അവിടെ, അമ്മ പറയും അത് അച്ഛൻ പൊയ്ങ്ങി തിന്നു ഇന്നലെ രാത്രി, എന്തേ വേണമെങ്കിൽ പോയാൽ മതി എന്ന് ദേഷ്യപ്പെടും അമ്മ. അവിടുന്ന് ഈ ലാസ്റ്റ് മൂമെൻറ്റിലാണല്ലോ 8:30 ഓട്ടോറിക്ഷ വന്നിട്ട് അവിടുന്ന് റോഡിൻ്റെ അവിടുന്ന് എന്ന് പറയും. അപ്പോൾ 8:30 അവനെ കയറ്റി വിടണം. അതിന് വേണ്ടിയിട്ട് ഈ അമ്മ എഴുന്നേൽക്കുന്നത് 8 മണിക്കാണ്. നിങ്ങളെല്ലാം കേട്ടോ പറയുന്നത്, നിങ്ങളൊക്കെ പോകണം. ഞാൻ കാര്യം പറയുന്നത് 8 മണിക്ക് എണീച്ചിട്ട് ഒരു ഓട്ടാണ്. അമ്മ ദോശ തരുന്നുണ്ടെങ്കിൽ തരില്ല. ഞാനിപ്പോൾ എടാ അച്ഛന് കൊടുക്കണ്ട, അച്ഛൻ മറ്റു ബസ്സിൽ പോണ്ടേ, അച്ഛൻ്റെ വണ്ടി കടയിൽ. ലഹളമയമാണ് രാവിലെ വീട് നോക്കിക്കഴിഞ്ഞാൽ. കാരണം എന്താണ്? ബ്രാഹ്മമുഹൂർത്തം മറന്നുപോയി, സരസ്വതീയാമമില്ല. രാവിലെ അടിച്ചു വാരിയിട്ട് കുളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് 6 മണിയാകുമ്പോഴത്തേക്കും ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. 8 മണിക്കാണ് തുടങ്ങിയത്. എന്നിട്ട് ഓട്ടോറിക്ഷക്കാരനോട് ചോദിക്കും, കൃഷ്ണൻകുട്ടിയാണ് പിന്നെ ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് മാനേജറായിരുന്നു ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ. എന്നെ വിളിച്ച് ചോദിച്ചതാണ്, ഓട്ടോറിക്ഷക്കാരനോടല്ലേ. അപ്പോൾ പേരൻറ്റ് വിളിച്ച് ചോദിക്കും, സാറേ ഇപ്പോൾ ഞങ്ങളെ വീട്ടിൻ്റെ അടുക്കള വശത്തൂടെ പുതിയ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്കൂൾ ബസ് അതിലേ വരുമെന്ന്. ഞാൻ പറഞ്ഞത് നോക്കാം, നമുക്ക് പരിഹരിക്കാം. ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ കൂടി റോഡ് വെട്ടുമ്പോൾ അതിലേ വരേണ്ടി വരുമെന്ന് ചോദിച്ചു. സൗകര്യമായിട്ട് പിള്ളേരെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് രക്ഷിതാക്കൾ. നിങ്ങളതിൽ പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അല്ല എന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ല ആൾക്കാരാണ്. പക്ഷെ രക്ഷിതാക്കളാണിത് പഠിപ്പിക്കുന്നത്. നേരെ കുട്ടീനെ ഇങ്ങനെ കണ്ട കൗപീനവും കെട്ടിച്ച് അല്ലേ, ഇപ്പോൾ ഉണ്ടോ അങ്ങനെ സ്കൂളിലൊക്കെ? പണ്ട് സ്കൂളിലൊക്കെ ടൈ കെട്ടി കൊടുക്കുന്ന പരിപാടിയില്ലായിരുന്നു. ഒരു കുട്ടികൾ ഇതും പിടിച്ച് വലിച്ച് മറ്റോ പിടിച്ച് വലിച്ച് അങ്ങനെയെല്ലാം പിടിച്ചു മുനിങ്ങിയ മാതിരി ഇങ്ങനെയാണ്. ഷൂസ് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. സ്കൂളിൽ ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരം ചൂടാവും. അല്ലാതെ തൊപ്പിയും ഷൂസൊക്കെ വെച്ച് കഴിഞ്ഞാൽ
കുട്ടികളിങ്ങനെ വിരകി ഇങ്ങനെ ഇരിക്കുകയാണ്. കണക്കിൻ്റെ പിരീഡ് ഇട്ട് തീരുന്നുമില്ല. പിയൂണ് ചത്തുപോയി തോന്നുന്നു, മൂപ്പിൽ ബെല്ലടിക്കുന്നുമില്ല. എന്താ എടുക്കാൻ? മലയാളത്തിൻ്റെ പിരീഡ് പിയൂണ് നേരത്തെ ബെല്ലടിക്കും അല്ലേ? അങ്ങനെ ആലോചിച്ചിട്ടില്ല ഞങ്ങൾ? അതുകൊണ്ടാണല്ലോ തിരിച്ചു വരുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത പീരീഡ് പോവില്ല, കടന്നു പോവില്ല. ഇഷ്ടമുള്ള പീരീഡ് പെട്ടെന്ന് പോകും. അപ്പം നമ്മൾ വിചാരിക്കും ഈ ചങ്ങായി എന്താ നേരത്തെ ബെല്ലടിച്ച്. അപ്പം ഇത് അവസ്ഥ, കുട്ടികളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഒരു തമാശ പോലും മാഷ് പറയില്ല. ഒരു പുസ്തകം കണ്ടെടുത്തിട്ട് വിദ്യാഭ്യാസമാണെന്ന് ഞാൻ പറയുന്നത്. ടീച്ചർ പറയാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള പാഠമാണ്. അപ്പം തന്നെ മാറ്റം പറയും, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതിപ്പോൾ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും നിർത്തിയാലോ കൃഷ്ണൻകുട്ടിയല്ലേ. സ്കൂൾ തന്നെ വരാൻ ഇഷ്ടമല്ലാണ്ടാണ് വരുന്നത്. ടീച്ചർ ആദ്യം തന്നെ തുടങ്ങുന്നത് ബുദ്ധിമുട്ടുള്ള പാഠമാണ് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? നേരെ തിരിച്ചല്ലേ പറയേണ്ടത്? എന്ത് രസമുള്ള പാഠമെന്ന് പറയുന്നത്. ബാലുശ്ശേരി ഒരു മാഷുണ്ടായിരുന്നു, അയാളവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ റിട്ടയറായി. അയാൾ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നതാണ്. അയാൾ ഒരു ദിവസം കണ്ടില്ലേ, കുട്ടികൾ നോക്കി, അയ്യോ ഇവിടെ മാഷ് വന്നില്ലേ എന്ന് പറഞ്ഞ് നോക്കി. അയാൾ പാട്ട് കൂടിയൊക്കെ പലതും പഠിക്കും, കെമിസ്ട്രീൻ്റെ മാഷ്. അയാൾ ഒരു ദിവസം മാത്സ് കൊടുക്കും. അപ്പോൾ ഒരു ദിവസം, അല്ല മാഷ് ഇന്നലെ മിന്നാന്നും നിങ്ങളെ കണ്ടില്ലേ, ഏടെ ഒരു കല്യാണത്തിന് പോയതാടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ടീച്ചേഴ്സിന് അറിയാം ഇയാൾ എന്തെങ്കിലും ഒരു കൺഫ്യൂസ് കൂടിയാണ് പാഠം പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞാൽ ഞാനവിടെ പോയ സമയത്ത് ഉണ്ടല്ലോ പന്തൽ മുറിഞ്ഞ് വീണെന്ന്. പന്തൽ മുറിഞ്ഞ് വീണെന്ന്. അപ്പോൾ ആര് പറഞ്ഞു, അയാളിപ്പോൾ കല്യാണ പന്തലിൻ്റെ കഥ അറിയാം, ഇപ്പോൾ ക്ലാസ്സിൽ കയറിയിട്ട് ചോദിച്ചു. ഇവിടെ സാധാരണ ഒരു പന്തൽ കെട്ടുകയാണെങ്കിൽ എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ബോർഡിൽ വരയ്ക്കാൻ തുടങ്ങി. വരച്ച് പറഞ്ഞ് ഇതാണ് സംഗതി. നമ്മളെ അടുത്ത പാടത്ത് പറയുന്നത് കറക്റ്റ് മാത്സ് പഠിച്ചു എങ്ങനെ പന്തൽ കെട്ടണം അല്ലേ? കിഴക്കോട്ട് തന്നെ കൃത്യമായിട്ട് വേണോ, അല്ലെങ്കിൽ ഏങ്കോണിച്ച് നിൽക്കണോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചരിച്ച് കെട്ടണോ, വെള്ളം ഒഴുകി പോകുന്ന എങ്ങനെയായിരിക്കും, ചരിച്ച് കെട്ടുന്നത് എങ്ങനെയായി പോയാലോ, പാരലായാലോ വെള്ളം ഒഴുകില്ല, ഉള്ളിലേക്ക് കയറി വരും നടുക്കി. ഇതിൻ്റെ മാത്സ് അയാൾ അവതരിപ്പിക്കാൻ കല്യാണ പന്തലിൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. എന്തെല്ലാം തരത്തിലൂടെ കുട്ടികളെ നടത്തി, പാട്ടിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? നല്ല പാട്ടും നല്ല കഥയൊക്കെ കൊടുത്താൽ മതി അല്ലേ? എന്തെല്ലാം കഥ പറയും ടീച്ചർമാരില്ലേ. LKG-യിലൊക്കെ ആകുന്ന സമയത്ത് ആനങ്ങ് വന്നു കേട്ടോ എന്നാ പറയും. ആനങ്ങ് വന്നു, ആന അങ്ങനെയൊന്നുമല്ല വരെ ഞങ്ങൾക്കറിയാമെന്ന് പറയും. അപ്പം ശരിക്കും അഭിനയിക്കണം, കലാകാരനായിരിക്കണം അധ്യാപകൻ എന്നൊക്കെയാണ് പറയുക. പുസ്തകങ്ങൾ കുറേ വായിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. പുസ്തകം വായിക്കാനും, മഹാന്മാരുടെ പുസ്തകം വായിക്കാൻ, മഹാന്മാർ ജീവിച്ച കഥകൾ അതേപോലെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ പലപ്പോഴും മഹാന്മാരെ നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് പലരെയും അറിയാത്തതുകൊണ്ട് അവരുടെ കഥയും നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ വെല്ലുവിളികൾ നോക്കിയാൽ ഇന്ന് ആന്തരികമായിട്ട് ഇതൊക്കെ നമ്മളിൽ നിൽക്കുമ്പോൾ ബാഹ്യമായ വെല്ലുവിളികളുണ്ട് പുറത്തുനിന്ന്. നമ്മൾ ആന്തരികമായിട്ട് സെറ്റപ്പ് ആവാത്തത് കൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന, ക്ഷേത്ര സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ആന്തരികമായ വെല്ലുവിളികളെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ബാഹ്യമായ വെല്ലുവിളികൾ കടന്നു വരും എന്ന് ഉറപ്പാണ്. ഈ ക്ഷേത്രം നാളുകളിൽ തകരാതിരിക്കണമെങ്കിൽ, അടിച്ചു പൊളിച്ചു പോവാതിരിക്കണമെങ്കിൽ, നമ്മളിതുപോലെ ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ, ഭാരതത്തിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും വേണമെങ്കിൽ നമ്മൾ ശക്തരാണ് എന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾ ദുർബലരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, നമ്മളെ പ്രലോഭിപ്പിച്ചാൽ, കൈക്കൂലി തന്നാൽ, കള്ളു മേടിച്ച് തന്നാൽ, എന്തെങ്കിലും തരത്തിൽ പ്രലോഭനങ്ങൾ തന്നാൽ നമ്മൾ വഴിപ്പെടും എന്നറിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കും. നല്ല നല്ല ആളുകളെ മദ്യപാനികളാക്കി മാറ്റും. ശ്രദ്ധിച്ചോളൂ, നല്ല ആളുകളെ മദ്യപാനികളാക്കും, നല്ല ആളുകളെ കള്ളക്കേസിൽ കൊടുക്കും, അവൻ വിട്ടുപോകും. ഇന്ന് പലപ്പോഴും പല ആളുകളും, ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ ഒന്നും പറയണ്ട, പലരും മയക്കുമരുന്ന് കച്ചവടത്തിലൊക്കെ കുടുങ്ങി അഴിക്കുള്ളിൽ കിടക്കുന്നുണ്ടാവും. അവരോട് സ്വകാര്യത്തിൽ ചോദിച്ചറിയാൻ, ഇങ്ങനെ ജയിലിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, ഇതാണ് സാധനം എന്നൊന്നും പറഞ്ഞിട്ടല്ല എൻ്റെ അടുത്ത് തന്നത്, നീ പൊതിയൊന്ന് അവിടെ കൊണ്ടു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് തന്നു വിട്ടതാണ്, എന്നെ വഴിയിൽ നിന്ന് പോലീസ് പിടിച്ചാണ്, അവസാനം തൊണ്ടി സഹിതമാണ് അകത്തായി. പിന്നെ ഇത് തെളിയിച്ചിട്ടല്ലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ കോടതി വഴി. എത്ര ആളുകളുണ്ടങ്ങനെ അറിയുന്നില്ല. ഇത് ബോധ്യപ്പെടുത്തണം. ഇത് ബോധ്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധ്യപ്പെടണം. ന്യൂസ് കാണാറുണ്ടോ? പത്രം വായിക്കാറുണ്ടോ?
അല്ലെങ്കിൽ എരിസ് കേശവൻ പറഞ്ഞ പോലെ ഇന്നത്തെ പേപ്പർ വായിക്കാണ്ട് 5-6 ദിവസമായി എന്ന് പറഞ്ഞില്ല. അങ്ങനെയാണോ നമ്മളെ അവസ്ഥ? ഡെയിലി ന്യൂസ് വായിക്കണം അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അയാളൊരു കാര്യം പറഞ്ഞ എന്താ അറിയാം, രാമക്ഷേത്രം ഇവിടുത്തെ ഭൂരിപക്ഷ ജനതയുടെ ആഗ്രഹവും ഇഷ്ടവും താല്പര്യവുമാണ്, അത് ഉണ്ടാവണം, അവർക്ക് പ്രാർത്ഥിക്കും. നല്ല കാര്യമല്ലേ അയാൾ പറഞ്ഞത്? അയാൾ വളരെ സന്തോഷത്തോടു കൂടി പറയുക. അതിനെ വിമർശിക്കാൻ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കാം നമ്മൾ, അയാൾ മനസ്സ് നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇവിടുത്തെ എല്ലാവർക്കും പ്രാർത്ഥിക്കണ്ടേ, എല്ലാവർക്കും ജീവിക്കണ്ടേ? ഹിന്ദുക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഇവിടെ മതിയോ? ക്രിസ്ത്യാനികൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ബൗദ്ധന്മാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഏതൊരാൾക്കും നമ്മുടെ മണ്ണിൽ ഭാരതത്തിൽ ജീവിക്കാൻ പറ്റണം. അവിടേക്ക് വളരണമെങ്കിൽ നമ്മൾ അറിവുള്ള ക്ഷേത്ര സംസ്കാരമുള്ള ആളുകൾ ശക്തന്മാരാവണം. മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കണം, മയക്കുമരുന്നിൽ നിന്ന് മാറി നിൽക്കണം, തമ്മിലടികളിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ ശക്തമായൊരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹം പറയുന്നതാണ് ലോകം കേൾക്കുക. അതാണ് നേശ്യബലസ്യേതി ചരേത ധർമ്മം എന്ന് പറഞ്ഞിട്ട് മാർക്കണ്ഡേയ മുനി, ഞാൻ ദേവി മഹാത്മ്യം പറഞ്ഞപ്പോൾ മാർക്കണ്ഡേയനെ കുറിച്ച് പറഞ്ഞിരുന്നു. മാർക്കണ്ഡേയ മുനിയാണ് ദേവി മഹാത്മ്യത്തിൻ്റെ ഋഷി എന്ന് പറയും. ആ മാർക്കണ്ഡേയൻ മരിക്കുന്നത് വരെ എന്നും 16 എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ മാർക്കണ്ഡേയൻ്റെ ജീവിതം? എന്നും 16 വയസ്സുള്ള ആളാണ്. ആ അമ്മയോട് ചോദിച്ചു, മാർക്കണ്ഡേയൻ്റെ അമ്മയോട് ഈശ്വരൻ വന്ന് ചോദിച്ചത് എന്താണ്? ദേവൻ വന്ന് ചോദിച്ചു, നിങ്ങളുടെ മകൻ നിങ്ങൾക്കുണ്ടാവുന്ന കുട്ടി ആണായാലും പെണ്ണായാലും 100 വയസ്സ് വരെ ജീവിക്കണമോ? എല്ലാ ദുഷ്ടതയും വേണ്ടായ്മയും ഒരറിവുമില്ല, ഒന്നിനും കൊള്ളാതെ 100 വയസ്സ് വരെ ജീവിക്കണമോ? അതോ എല്ലാ കഴിവുകളുമായിട്ട് 16 വയസ്സ് വരെ ജീവിക്കണമെന്ന്? കുറഞ്ഞ ആയുസ് മതി. നമ്മളെന്താ പറയുക? മിണ്ടുന്നില്ലേ? നമ്മളാണ് എന്താ പറയുക? ഇവിടെ ഇരുന്നിട്ട് പറയില്ലേ? ആ അമ്മ പറഞ്ഞു, കുറഞ്ഞ ആയുസായാലും മതി, നല്ല ആളാവണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് മാർക്കണ്ഡേയൻ്റെ ജനനം എന്നാണ്. മാർക്കണ്ഡേയൻ മഹാദേവൻ്റെ, അതായത് ശിവൻ്റെ ഭക്തനായിരുന്നു. 16 വയസ്സേ ആയുസുള്ളൂ. 16 വയസ്സ്. അപ്പോഴത്തെ ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ 16 വയസ്സ് പൂർണ്ണമാകുമ്പോഴത്തേക്കും. പക്ഷെ പോകാനിഷ്ടമല്ല, നമുക്കാർക്കും ഇഷ്ടമല്ല. അങ്ങനെയാണ് ശിവനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് 16-ാം വയസ്സിൽ. അങ്ങനെ കഥയാണ് കേട്ടോ. കാലൻ വന്നപ്പോൾ ശിവൻ തടഞ്ഞു. ഇവനെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവൻ അവസാനം കാലൻ സമ്മതിക്കുകയാണ് 16 വയസ്സ് കഴിയാതിരിക്കാൻ വേണ്ടി. എന്നും 16ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ മാർക്കണ്ഡേയൻ, അവിടെ ഒരു കാര്യം എന്താണ് മറക്കരുത്, മാർക്കണ്ഡേയൻ ആഗ്രഹിച്ചത് ഞാൻ മരിക്കരുത് എന്നാണെങ്കിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ ആ വ്യക്തിയുടെ കഴിവുകൾ അങ്ങനെ തന്നെ നിൽക്കും എന്നാണ് അതിനർത്ഥം. പോസ്റ്റ് മോഡേൺ സയൻസും പറയുന്നതാണ് ഓട്ടോ സജഷനിലൂടെ. നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മൾ വിചാരിച്ചാലാണ് നമ്മൾ എഴുന്നേൽക്കുക, നമ്മൾ വിചാരിച്ചാലാണ് നമ്മൾ ഉറങ്ങുക, നമ്മൾ വിചാരിച്ചാലേ വഴി തെറ്റുള്ളൂ, നമ്മൾ വിചാരിച്ചാൽ വഴി തെറ്റില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടോ? മറ്റുള്ളവർ വിചാരിപ്പിക്കുകയല്ലേ നമ്മളെ മദ്യം കഴിക്കാൻ. ഒരു രസം ആര് കാണാനുണ്ട്? അതുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ കമ്പനി കൂടുകയാണ്. നമ്മൾ വിചാരിക്കേണ്ടേ എന്ത് ചെയ്യണം? ഞാനാണ് വിചാരിക്കേണ്ടതെന്ന് ഓരോരുത്തരും വിചാരിക്കണം. അങ്ങനെ യുവാക്കന്മാരെ കൊണ്ടുവരണം. ആ മാർക്കണ്ഡേയ മുനി പാണ്ഡവന്മാർ വനവാസ സമയത്ത് പല ആളുകളും ഇവർ വന്നിങ്ങനെ കാണുന്നുണ്ട്. ഒരിക്കൽ മാർക്കണ്ഡേയൻ വന്നു പാണ്ഡവന്മാരുടെ അടുത്ത് ഓരോ കഥ പറഞ്ഞപ്പം യുധിഷ്ഠിരനോട് പറയാണ്, ധർമ്മപുത്രരോട്, സൂര്യചന്ദ്രന്മാരെ കണ്ടില്ലേ? എന്താ? അവരെ വെളിച്ചം കെടുത്താൻ ആർക്കും പറ്റുന്നില്ല. അവർ ശക്തന്മാരാണ്, ശക്തന്മാരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശക്തന്മാരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിർത്തിയിട്ടാണ് ഞാനിവിടെ മംഗളം ചൊല്ലിയത്. ശക്തന്മാരെ തോൽപ്പിക്കാൻ പറ്റില്ല. ശക്തന്മാർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കേണ്ടി വരും. നമുക്ക് ശക്തിയുണ്ടോ?
കേവലം ശരീരം കൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ടല്ല, മനസ്സുകൊണ്ട് ശക്തിയുള്ളവരാണ് മറ്റുള്ളവരെ ഒന്നിച്ചു ചേർത്തത്. അവര് പറയുമ്പോൾ ആളുകൾ ഒതുങ്ങി നിന്നു, അല്ലേ? ഇതുപോലെ പ്രഭാഷണമൊക്കെ നടക്കുന്ന ഒരാളാണ് വത്സൻ തില്ലങ്കേരി എന്ന് പറയുന്ന ഒരാൾ. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? തില്ലങ്കേരിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. വത്സൻ തില്ലങ്കേരി എന്ന് പറഞ്ഞാൽ കണ്ണൂർ തില്ലങ്കേരിക്കാരനാണ്. ധാരാളം ആളുകൾ ശബരിമലയിൽ പോയി അവിടെ ബഹളമുണ്ടായി, പോലീസുകാർക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഒടുവിൽ അവിടെ ഒരു പോലീസുകാരൻ്റെ മെഗാഫോൺ മേടിച്ചിട്ട് വത്സേട്ടൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും അവിടെ ഇരിക്കണം എന്ന് പറയുന്നത് കേൾക്കൂ, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നു. എല്ലാവരും അവിടെ ഇരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു വത്സൻ തില്ലങ്കേരി ചെയ്ത് മോശമൊന്നുമല്ല, നല്ല കാര്യമാണ്. അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു, ലഹള ഉണ്ടാവുമായിരുന്നു. പക്ഷെ തില്ലങ്കേരി ഉടനെ മെഗാഫോൺ മേടിച്ചു, അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾ കേട്ടു. കാരണം അത് ഉള്ളിൽ ശക്തിയുള്ളത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് ശരിയാണ്, ധർമ്മമാണ്, സത്യമാണ്, നീതിയാണെന്ന് ഉള്ളിൽ ശക്തിയുണ്ടെങ്കിൽ അവൻ പറയുന്നത് ലോകം കേൾക്കും. അങ്ങനെ പറയുമ്പോഴാണ് ഭാരതം പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ കേട്ടത്. ഇനിയും അങ്ങോട്ടാ പോകുന്നത് ഭാരതം. ഭാരതം പറയുന്ന നമ്മുടെ സംസ്കാരം അത്രയും ശക്തിയുള്ളതാണ്. അതാണ് പറഞ്ഞത്. സൂര്യചന്ദ്രന്മാർ നിൽക്കുന്നത് കണ്ടോ? അവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ശക്തന്മാരാണ്. അധർമ്മം. ആ ശക്തന്മാർ അധർമ്മം ചെയ്താലും മറ്റുള്ളവർ വിചാരിക്കും ഇത് തന്നെയാണ് ധർമ്മം എന്ന്. അവർ ധർമ്മം ചെയ്താലും മറ്റുള്ളവർ അംഗീകരിക്കും. ഒരു കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, അമേരിക്കയാണ് ലോകത്തിനെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ആള്. ഇടക്കാലത്ത് ഭാരതത്തിനോട് അമേരിക്ക എന്തോന്ന് പറഞ്ഞില്ലേ? അണുബോംബ് സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ ഭാരതത്തിനെ അങ്ങനെ ആക്കിക്കളയും ഇങ്ങനെ ആക്കിക്കളയും എന്ന് പറഞ്ഞില്ലേ? ഭാരതം തിരിഞ്ഞു നോക്കിയില്ലേ? ഇപ്പൊ അമേരിക്കയ്ക്ക് മനസ്സിലായി ഭാരതം കുറച്ച് ശക്തിയുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കയും ജപ്പാനും ഒക്കെ ആരുടെ കൂടെയപ്പം? ആരുടെ കൂടെയാ? ഭാരതത്തിന്റെ കൂടെയാണ്. നമ്മൾ എവിടെയാണോ ദുർബലരാവുന്നത്, അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പറ്റില്ല, ഞാൻ പാവമാണ്, ഞാനൊന്നിനും കൊള്ളില്ല, എനിക്ക് വയ്യ, ഞാൻ സൂക്കേടാണ്, എനിക്ക് ഷുഗറാണ്, എനിക്ക് പ്രഷറാണ്, തലയിട്ടു ഒറ്റും പറഞ്ഞില്ലേ? പുതപ്പ് മൂടിയിട്ട് വരിക. അങ്ങനെ നിങ്ങൾ കാണലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞൊരു സംഭവം കാണാറില്ലേ? അതിൻ്റെ അകത്തൊരു ഷാജി വിനോദമുണ്ട്. മാഷിങ്ങനെ പാതിരിക്ക് പോയി ചെയ്ത് കാണും. ഞാൻ കാണാൻ ഷാജി ഒരു ദിവസം ഇങ്ങനെ പുതപ്പൊക്കെ മൂട്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം വിനോദ് പിടിക്കണം പിടിക്കണം പറഞ്ഞു പടിയൊക്കെ. അയ്യോ ചേട്ടാ, ഞാൻ നിയന്ത്രണം മൂടി. അവൻ എന്നെ കാണുമ്പോൾ വൃത്തികെട്ട വർത്താനം പറയുന്നു. അവൻ നിന്നെ കാണുമ്പോൾ വൃത്തികെട്ട വാടാ പണിക്ക് പോവാന്ന് പറയാം. അത് നിനക്കെന്ത് പണിക്ക് പോയാലും നിനക്കെന്നാണ് പണി അറിയുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പെയിൻ്റ് അടിക്കാൻ അറിയാം. പിന്നെ എന്നാ പെയിൻ്റ് അടിക്ക് എകരത്ത് കയറി പെയിൻ്റ് അടിക്കുമ്പോൾ തലയിട്ടു. എന്നാൽ തറയിൽ നിൽക്കുമ്പോൾ കാലും കയ്യൊക്കെ മരയിക്കും. സ്വയം വിചാരിക്കുകയാണ് എനിക്ക് തലയിട്ടും, എനിക്ക് മരവിപ്പ് വരും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ഇതൊന്ന് പിടിച്ചു ചേട്ടാ താഴേക്ക് കിട്ടും. ചിലപ്പോൾ നടു വിളിക്കാലോ പറയും, തൊടുവില്ല. എന്തെങ്കിലും ഒരു വിഷയം നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റെടുത്ത് ചെയ്യില്ല. ഒരു അപകടം നടന്നാലും സഹായിക്കാൻ പോവില്ല, അല്ലേ? കല്യാണ വീട്ടിലൊക്കെ കണ്ടില്ലേ, ചിലപ്പോൾ തേച്ച് ഉഷാറാക്കിയിട്ടുള്ള ഷർട്ടൊക്കെ ആയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ നടക്കും. എന്നിട്ട് ആരെങ്കിലും അവിടുന്ന് കുടിവെള്ളത്തിന് വെള്ളം കിട്ടി വെള്ളം എടുത്തോണ്ട് കൊടുക്കില്ല. പിന്നെ പറയാടോ തിന്ന് സൽക്കുടി ഭയങ്കര വർത്താനായിരിക്കും, ചെയ്യില്ല. അതുപോലെ നമ്മൾ ഇറങ്ങിയിട്ട് ചെയ്യണം. ഭാരതീയരുടെ സ്വഭാവം അതാണ്. എന്തെങ്കിലും കണ്ടാൽ അപ്പം സഹായിക്കും, അപ്പോഴിറങ്ങും. നമ്മൾ വിചാരിക്കും നമ്മളെന്തിനാ അങ്ങനെ വിചാരിക്കാറില്ല. നിങ്ങൾ അടുത്ത വീട്ടിലൊരു ബഹളം കേട്ടു രാത്രി പാതിരിക്ക്. അപ്പം നമ്മളെ വീട്ടിലെ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ഇല്ല ചേട്ടാ നമുക്ക് അവിടെ നിന്ന് പോയി വാങ്ങി നീ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചേട്ടന്മാരുണ്ടാവില്ല. ഇപ്പം വീട്ടിൽ ചിലപ്പം കെട്ടിയാൻ പറയും എടി അവിടെ നിന്ന് എന്തോ ഒരു ബഹളം കേൾക്കണല്ലോ. നിങ്ങൾ വെറുതെ അങ്ങോട്ടൊന്നും നിങ്ങൾ ഇവിടെയും കിടന്നോ കാണോ അങ്ങനെ പറയുമോ? എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ വീട്ടിൽ വന്നാൽ അടുത്ത വീട്ടുകാർ വരുമോ? നമ്മൾ ധൈര്യത്തിൽ പുറത്തിറങ്ങണ്ടേ? എന്താന്ന് ചോദിക്കണ്ടേ? ചോദിക്കൂല, സഹകരിക്കൂല, സഹായിക്കൂല, ഒന്നും ചെയ്യില്ല. അങ്ങോട്ടും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അപകടങ്ങൾ റോട്ടിലൊക്കെ നടന്നാണ്ടല്ലോ, സഹായിക്കില്ല. എന്നിട്ട് പറയും അതിൻ്റെ പുറകെ പോയാൽ പിന്നെ നമ്മൾ കേസും കൊണ്ടാൻ വേണ്ടിയായിട്ട് കോടതിയും വക്കീലും പോലീസുമായിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല, ഞാനങ്ങ് പോന്നു.
ഒരു കാലത്ത് ഇവനെയും ചിലപ്പോൾ എന്തെങ്കിലും വണ്ടി കെട്ടി വീഴുമ്പോൾ ഓടി വരികയെ വണ്ടി വരികയെ വാങ്ങി വരികയെ ആരും വരികയില്ല. എന്തു പറയും, നാട്ടുകാരൊന്നിനും കൊള്ളില്ല. സ്വാർത്ഥന്മാരായിട്ട് ചുരുങ്ങിയാണ് നമ്മൾ. ആലോചിച്ച് നോക്കുക. ശക്തന്മാരാവാൻ ശ്രമിക്കുന്നില്ല. അന്നന്നത്തെ ദിവസം കടന്നു പോവുക. അങ്ങനെ കടന്നു പോയാൽ പോരെ നമുക്ക്. അപ്പം അതുകൊണ്ട് ശക്തി നേടണം. ഈശേ ബലസ്യേതി ചരേത് അധർമ്മം. അധർമ്മം ചെയ്താലും ശക്തന്മാരാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് ധർമ്മം എന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ചിലപ്പോൾ ദുഷ്ടന്മാർ ശക്തിയോട് കൂടിയിട്ട് നിങ്ങളുടെ ക്ഷേത്രം മോശമാണ് എന്ന് പറഞ്ഞ് തകർക്കും. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ദുർബലന്മാരാണെങ്കിൽ നിങ്ങളത് അംഗീകരിക്കും. നിങ്ങൾ പറയും ക്ഷേത്രം വേണ്ട, അല്ലേ അല്ലേ? പക്ഷേ ശക്തന്മാരെന്ത് ചെയ്യുന്നു? തകർത്ത ക്ഷേത്രങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അപ്പോൾ ആളുകളും നമ്മുടെ വഴിക്ക് വരും. വന്നോ? വന്നില്ലേ? എല്ലാവരും വരും. നമ്മളാരെയും മതം മാറ്റാൻ പോയില്ല. ഭാരതീയർ നമ്മളാരെയും കൊല്ലാൻ പോയില്ല. ഒരു സന്യാസി എങ്ങോട്ടും പോയിട്ടില്ല. ശങ്കരാചാര്യരോ ശ്രീനാരായണ ഗുരുദേവനോ ഒന്നും പോയില്ല. അഹിംസയാണ്. അവർ വാളും കുന്തവും കുടച്ചക്കറും ബോംബും എടുത്തിട്ടൊന്നും നടന്നില്ല. നമ്മളും പോകുന്നില്ലേ? 2 ബോംബാണല്ലേ? ലഡു ബോംബ്. അപ്പോൾ ഇങ്ങനെയുള്ള വെല്ലുവിളികളെ ബാഹ്യമായ തലത്തിൽ കുറച്ചുകൂടി നമുക്ക് പറഞ്ഞ് നാളെ ചുരുക്കാം. നാളെയും കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളെയൊക്കെ കാണാനും നമുക്ക് മറന്നു പോവുക. എൻ്റെ പേരൊന്നും മറന്നു പോകരുത് കേട്ടോ. എൻ്റെ പേരറിയുന്നവരൊന്ന് കൈവക്ക്. പുറകിലുള്ള മാമന്മാരൊന്നും വേണ്ട. 4 പേര് 5 പേർക്ക് അറിയല്ലേ? പ്രബോധ് എന്നാണ്. ഞാൻ പേരൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. പ്രകർഷണ ബോധമുള്ളവൻ. തുടർച്ചയായിട്ട് ബോധമുണ്ടെന്നാണ്. ബോധം പോവില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, മാഷ് പേര് മാറ്റിയതാണ്. പ്രബോധ്. നമ്പർ ഞാൻ നാളെ പറഞ്ഞുതരാം. ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ നാട്ടിലോ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ പഠന പ്രശ്നങ്ങളോ വൈകല്യങ്ങളോ ഉച്ചാരണ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. ചില കാര്യങ്ങളൊക്കെ പറയാം. വളരെ സിമ്പിളായിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കുട്ടികളെ ശക്തന്മാരും ധീരന്മാരും ആക്കണം. നിവേദ് പറഞ്ഞതുപോലെ പട്ടാളക്കാരനായിട്ട് അതിർത്തിയിൽ നിന്നിട്ട് അല്ലേ പാകിസ്ഥാനെയും ചൈനേനെയൊക്കെ എന്ത് ചെയ്യണം? വിറപ്പിക്കണം. നിവേദിനെ കണ്ടാൽ പേടിക്കണം അല്ലേ? നിവേദ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പഠിച്ചു നോക്ക് കേട്ടോ. നല്ല പട്ടാളക്കാരെ കുറിച്ചൊക്കെ പഠിച്ചു നോക്ക്. നമ്മുടെ ചില ആളുകളെ ഞാൻ നാളെ പറഞ്ഞിരുന്നുണ്ട്. അത്തരത്തിലുള്ള നിവേദ നാളെ നമുക്കിന്ന് ശാന്തി മന്ത്രം ചെല്ലാം. അയാളെക്കുറിച്ചൊക്കെ പഠിച്ചാൽ അത്ഭുതം തോന്നും. സാധാരണ മനുഷ്യനാണ്. പക്ഷെ അയാൾ ഇപ്പോഴും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. പല മേഖലകളിൽ ജോലി ചെയ്തിട്ട് പല സംഗതികളും ചെയ്യുന്ന ആളാണ്. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.